പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം. ഇന്ന് നമ്മുടെ ചാപ്പൽ സർവീസായി നമുക്ക് ഒരുമിച്ച് കൂടുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചുവല്ലോ. ഇതിൽ ജോയിൻ ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ ഈ മീറ്റിംഗ് ഏറ്റവും അനുഗ്രഹമായി തീരേണ്ടതിനായി നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. കഴിഞ്ഞ 5 ദിവസങ്ങൾ ദൈവവചനം പഠിക്കുവാൻ ദൈവം നമ്മളെ സഹായിച്ചുകൊണ്ടിരുന്നു. ഇന്ന് രാത്രിയിൽ നാം ഒരുമിച്ച് അല്പസമയം ദൈവസനയിലായിരിക്കാനും പ്രാർത്ഥിപ്പാനും ദൈവവചനം അനുഭവങ്ങളൊക്കെ കേൾക്കുവാനുള്ള സമയമാണ്. ഞാൻ പറഞ്ഞതുപോലെ നിങ്ങളിൽ താല്പര്യമുള്ളവർ ടെസ്റ്റിമണി ഷെയർ ചെയ്യാനുള്ളവരൊക്കെ എന്നെ അറിയിച്ചാൽ അതിനുള്ള സാവകാശം ലഭിക്കുന്നതായിരിക്കും. എല്ലാം ചന്തവും ഉചിതവുമായി നടക്കുവാൻ ഒരു ദൈവ സാന്നിധ്യം ഇന്ന് നമുക്ക് അനുഭവിപ്പാൻ ദൈവം ഇടയാക്കേണ്ടതിനായി നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. ഇന്നത്തെ ഈ മീറ്റിംഗിന്റെ അനുഗ്രഹത്തിനായി എല്ലാവരും സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പ്രിയ സണ്ണിച്ചായൻ ബ്രദർ സണ്ണി തോമസ് അൺമ്യൂട്ട് ചെയ്ത് പ്രാർത്ഥിച്ചാട്ട് ഇന്നത്തെ മീറ്റിംഗിന്റെ അനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥിച്ചാട്ട്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, നല്ല മനോഹരമായ സഹായം നൽകിക്കൊണ്ട് ചിറങ്കീഴിൽ ഞങ്ങളെ ചേർത്തണച്ച മനോഹരമായ സമയത്തിനായി സ്തോത്രം. കൃപയിൽ ഞങ്ങളെ വിശ്വാസത്താൽ സൂക്ഷിച്ചു നിർത്തിയിരിക്കുന്നതും നാനാവിധ അനർത്ഥങ്ങളിൽ നിന്ന് അപകടങ്ങളിൽ നിങ്ങളെ കാത്തു സൂക്ഷിക്കുന്നതും തിരുനാമമഹത്വത്തിനായി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നതുമായ സ്തോത്രം. നിത്യത്തിൽ പ്രവേശിക്കുവോളം ഞങ്ങളെ കാത്തുകൊള്ളണമേ, ഞങ്ങളെ സംരക്ഷിക്കണമേ, ഞങ്ങളോട് കരുണ തോന്നണമേ, ഞങ്ങളെ സ്നേഹിക്കണമേ. ഞങ്ങളുടെ ഈ മനുഷ്യ ജീവിതം ക്രിസ്തുവിൽ ധന്യമായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഇന്നത്തെ പ്രാർത്ഥന അനുഗ്രഹകരമായി തീരുവാൻ സഹായിക്കണമേ. നല്ല ഗാനങ്ങൾ കേൾക്കുവാൻ, നല്ല സാക്ഷ്യങ്ങൾ കേൾക്കുവാൻ, നല്ല വചനങ്ങൾ കേൾക്കുവാൻ കർത്താവ് സഹായിക്കണമേ. എല്ലാം തിരുനാമത്വത്തിനായി ക്രിസ്തു പിതാവെ കേൾക്കണമേ. ആമേൻ ആമേൻ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ദൈവം സഹായിക്കട്ടെ. ഇത്രത്തോളം നമുക്ക് ഒരുമിച്ച് ദൈവസേനയിലായിരിക്കാൻ ദൈവം സഹായിച്ചുവല്ലോ. ഇതിൽ ജോയിൻ ചെയ്യുന്ന എല്ലാവർക്കും ഒരു പ്രാവശ്യം കൂടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. വളരെ അനർത്ഥങ്ങൾ നിറഞ്ഞ, അപകടങ്ങൾ നിറഞ്ഞ, പേടിപ്പിക്കുന്ന അനേക സംഭവ വികാസങ്ങൾ കഴിഞ്ഞ ഒരാഴ്ച നമ്മുടെ ചുറ്റും നടമാടി. എങ്കിലും നമ്മളെയൊക്കെ സുരക്ഷിതമായി കർത്താവ് ഇത്രത്തോളം സൂക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്ത കൃപകൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇത്രത്തോളം ഒരുമിച്ച് ദൈവവചനം പഠിപ്പിക്കാനും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നാം ആയിരുന്ന മേഖലകളിലൊക്കെ കർത്താവിന്റെ സുരക്ഷിതത്വവും കരുതലും അനുഭവിപ്പാൻ ദൈവം നമ്മെ സഹായിച്ചതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. സകല മഹത്വവും മാനവും ദൈവത്തിന് അർപ്പിക്കുന്നു. ഇന്നലെ വൈകിട്ടാണെങ്കിൽ എൻ്റെ കൂടെ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഇപ്പോൾ UK ഒരു ജെയിംസ് ചാക്കോ വളരെ ആക്റ്റീവായി കർത്താവിന് വേണ്ടി പ്രയോജനപ്പെട്ട ഒരു ദൈവദാസനാണ്. തൻ്റെ വീട്ടിലാണ് പണ്ടുമുട്ടെ ചർച്ചംകോടിൻ്റെ കുമ്പഴയിലെ ആരാധനയൊക്കെ നടക്കുന്നത്. ഒരു ഈവനിങ് സർവീസൊക്കെ എനിക്ക് ഓർമ്മ വെച്ച കാലം തൊട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തവരാണ്. എന്നാൽ ഇപ്പോൾ ഇന്നലെ താൻ പെട്ടെന്ന് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുവാൻ ഇടയായി തീർന്നു, അറ്റാക്ക് മുഖാന്തരം. അങ്ങനെ ഞാൻ പറഞ്ഞത് വളരെ നമ്മളെ വേദനിപ്പിക്കുന്ന അനേക പ്രിയപ്പെട്ടവരൊക്കെ പെട്ടെന്ന് ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു പോകുന്നു. എന്നാൽ ദൈവം നമ്മളെയൊക്കെ സുരക്ഷിതമായി ഇന്ന് രാത്രിയിലും സൂക്ഷിച്ചതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇതിൽ ദൈവവചനം പഠിക്കുവാനും ഇതുപോലുള്ള പ്രാർത്ഥനയ്ക്കൊക്കെ നിങ്ങൾ കാണിക്കുന്ന എല്ലാ സഹകരണത്തിനും സ്നേഹത്തിനും നന്ദി. സ്വർഗത്തിലെ ദൈവം അധികം പ്രതിഫലം തന്ന് മാനിക്കട്ടെ. നമുക്ക് ചില ഗാനങ്ങളോടുകൂടി ഇന്നത്തെ നമ്മുടെ ചാപ്പൽ സർവീസ് ആരംഭിക്കാം. ഇന്നത്തെ പാട്ട്, പ്രാർത്ഥന, ദൈവവചന കേൾവി എല്ലാം ഏറ്റവും അനുഗ്രഹമായി തീരേണ്ടതിന് നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. ആദ്യമായി പ്രിയ സിസ്റ്റർ ഷീല ബാബു ഒരു പാട്ട് പാടും. ദൈവം സഹായിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ കേൾക്കാമോ സാറേ? കേൾക്കാം. ഓക്കെ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറട്ടെ. നമ്മുടെ അഗപ്പ ബൈബിൾ കോളേജിന്റെ പ്രസിഡന്റ് ആയിരിക്കുന്ന ഷാജി സാർ, അതുപോലെ വൈസ് പ്രസിഡന്റായി സേവനം അനുഷ്ഠിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും വളരെ എഫേർട്ട് എടുത്ത് ചെയ്തു തരുന്ന ലാലു സാറ്, അതുപോലെ തിങ്കളാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെ വളരെ ആത്മാർത്ഥതയോടും ആത്മനിയോഗത്തോടും കൂടി ക്ലാസ് എടുത്തു തരുന്ന എല്ലാ സാറുമാർക്കും വേഗം വരുന്നതിനായ ക്രിസ്തുയേശുവിന്റെ നാമത്തിലുള്ള സ്നേഹത്തെ ഞാൻ അറിയിക്കുകയാണ്. അതുപോലെ വിവിധ ടൈം സോണുകളിലെ ഇരുന്നു കൊണ്ട് വിവിധ ഡിവൈസിലൂടെ നമ്മളുടെ സൂം പ്ലാറ്റ്ഫോമിലായിരിക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കും ദൈവദാസിമാർക്കും എല്ലാ സഹോദരന്മാർക്കും സഹോദരിമാർക്കും ഞാൻ എൻ്റെ സ്നേഹത്തെ അറിയിക്കുകയാണ്. ഞാനൊരു പാട്ട് പാടുവാൻ ആഗ്രഹിക്കുകയാണ്. അതിനാധാരമായി ഒരു വാക്യം വായിച്ചുകൊണ്ട് നിക്ഷിപ്തമായിരിക്കുന്ന പാട്ടിലേക്ക് ഞാൻ കടക്കുവാൻ ആഗ്രഹിക്കുകയാണ്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യം. തന്റെ ഏകജാതനായ
ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. പിതാവായ ദൈവം തന്റെ ഏകജാതനായ പുത്രനെ നമുക്ക് വേണ്ടി ഹല്ലേലൂയ ആദരിയാതെ നമുക്ക് വേണ്ടി തന്ന ആ വലിയ സ്നേഹത്തെ വർണ്ണിക്കുന്ന ഒരു ഗാനം ഞാൻ പാടുവാൻ ആഗ്രഹിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ചങ്കു പിളർന്നതാണേ നിനക്കവൻ തന്നുയിർ തന്നതാണേ, ചങ്കു പിളർന്നതാണേ നിനക്കവൻ തന്നുയിർ തന്നതാണേ. നോവുനുലയിൽ പ്രിയ പ്രാണുനുലഞ്ഞപ്പോൾ നിൻമുഖം കണ്ടതാണേ, നെഞ്ചിലവൻ നിന്നെ വഹിച്ചതാണേ. നോവുനുലയിൽ പ്രിയ പ്രാണുനുലഞ്ഞപ്പോൾ നിൻമുഖം കണ്ടതാണേ, നെഞ്ചിലവൻ നിന്നെ വഹിച്ചതാണേ. ചങ്കു പിളർന്നതാണേ നിനക്കവൻ തന്നുയിർ തന്നതാണേ, ചങ്കു പിളർന്നതാണേ നിനക്കവൻ തന്നുയിർ തന്നതാണേ. എന്തൊരു നിർണയം, എന്തു മഹാത്ഭുതം, സ്വർഗപിതാവിൻ ഹിതം. ഓ എന്തൊരു നിർണയം, എന്തു മഹാത്ഭുതം, സ്വർഗപിതാവിൻ ഹിതം. ഏകതനയനെ ആദരിയാതന്മേൽ പെയ്ത കൃപാസാഗരം, ഏകതനയനെ ആദരിയാതന്മേൽ പെയ്ത കൃപാസാഗരം. ചങ്കു പിളർന്നതാണേ നിനക്കവൻ തന്നുയിർ തന്നതാണേ, ചങ്കു പിളർന്നതാണേ നിനക്കവൻ തന്നുയിർ തന്നതാണേ. എന്തൊരു സ്നേഹം, എന്തൊരു ത്യാഗം, ക്രൂശിതൻ കാൽവരിയിൽ. എന്തൊരു സ്നേഹം, എന്തൊരു ത്യാഗം, ക്രൂശിതൻ കാൽവരിയിൽ. നൊന്തു പിടഞ്ഞതാം പ്രാണൻ വെടിഞ്ഞേശു നിത്യമോക്ഷത്തിനായി. നൊന്തു പിടഞ്ഞതാം പ്രാണൻ വെടിഞ്ഞേശു നിത്യമോക്ഷത്തിനായി. ചങ്കു പിളർന്നതാണേ നിനക്കവൻ തന്നുയിർ തന്നതാണേ, ചങ്കു പിളർന്നതാണേ നിനക്കവൻ തന്നുയിർ തന്നതാണേ. നോവുനുലയിൽ പ്രിയ പ്രാണുനുലഞ്ഞപ്പോൾ നിൻമുഖം കണ്ടതാണേ, നെഞ്ചിലവൻ നിന്നെ വഹിച്ചതാണേ. നോവുനുലയിൽ പ്രിയ പ്രാണുനുലഞ്ഞപ്പോൾ നിൻമുഖം കണ്ടതാണേ, നെഞ്ചിലവൻ നിന്നെ വഹിച്ചതാണേ. ചങ്കു പിളർന്നതാണേ നിനക്കവൻ തന്നുയിർ തന്നതാണേ. താങ്ക് യു ലോർഡ്. പ്രൈസ് ദി ലോർഡ്. വളരെ മനോഹരമായി പ്രിയ സിസ്റ്റർ പാടുവാനിടയായി തീർന്നു. ദൈവം സഹായിക്കട്ടെ. അവർ
തൃശ്ശൂര് സുവിശേഷ വേലയിലാണ് കുടുംബമായിട്ട്. ആ കുടുംബത്തെ ദൈവം മാനിക്കട്ടെ, സഹായിക്കട്ടെ. തൻ്റെ മകളും നമ്മളോടൊപ്പം ദൈവവചനം പഠിക്കുന്നുണ്ട്. ആ പ്രിയപ്പെട്ടവളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. തുടർന്ന് നമുക്ക് ഒരു ഗാനം കൂടെ കേൾക്കാം. പ്രിയ ദോഹയിൽ നിന്ന് പ്രിയ കൊച്ചുമോൾ ജോർജ് ഒരു പാട്ട് കൂടെ പാടുന്നതായിരിക്കും. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഈ വൈകിയ സമയം ചാപ്പൽ സർവീസായി വീണ്ടും ഒന്നിച്ചു കൂടുവാൻ ദൈവം സഹായിച്ചതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഇപ്പോഴൊരു പാട്ട് പാടുവാൻ ദൈവസേനയിൽ ആഗ്രഹിക്കുന്നു. എൻ പ്രിയൻ ഓ നല്ലവൻ, എൻ പ്രിയൻ ഓ നല്ലവൻ, ഈ വിധ സ്നേഹിതൻ പാരില, ഈ വിധ സ്നേഹിതൻ പാരില, വീണ്ടെടുത്തോൻ എന്നെ തൻ ചോരയാൽ, വീണ്ടെടുത്തോ എന്നെ തൻ ചോരയാ, എൻ പ്രിയൻ ഓ നല്ലവൻ, ലോകമാം കാടൽ തീരത്തള്ളാലിൽ പോകുമീവൻ പാറയിൻ വിള്ളലിൽ, ലോകമാം കാടൽ തീരത്തള്ളാലിൽ പോകുമീവൻ പാറയിൻ വിള്ളലിൽ, ഈ വിധ സ്നേഹിതൻ പാരില, ഈ വിധ സ്നേഹിതൻ പാരില, വീണ്ടെടുത്തോൻ എന്നെ തൻ ചോരയാൽ, വീണ്ടെടുത്തോ എന്നെ തൻ ചോരയാൽ, കൈവിടുകയില്ല അവനല്ലലിൽ, വീഴുകിൽ തൻ ശാശ്വത കൈകളിൽ, കൈവിടുകയില്ല അവനല്ലലിൽ, വീഴുകിൽ തൻ ശാശ്വത കൈകളിൽ, ഈ വിധ സ്നേഹിതൻ പാരില, ഈ വിധ സ്നേഹിതൻ പാരില, വീണ്ടെടുത്തോൻ എന്നെ തൻ ചോരയാൽ, വീണ്ടെടുത്തോ എന്നെ തൻ ചോരയാൽ, എൻ പ്രിയൻ ഓ നല്ലവൻ, ചൂടെഴുന്ന ശോധനവേളയിൽ കൂടെ വന്നു ചേരുമ ചൂളയിൽ, ചൂടെഴുന്ന ശോധനവേളയിൽ കൂടെ വന്നു ചേരുമ ചൂളയിൽ, ഈ വിധ സ്നേഹിതൻ പാരില, ഈ വിധ സ്നേഹിതൻ പാരില, വീണ്ടെടുത്തോൻ എന്നെ തൻ ചോരയാൽ, വീണ്ടെടുത്തോൻ എന്നെ തൻ ചോരയാൽ, എൻ പ്രിയൻ ഓ നല്ലവൻ, കൂട്ടിനുണ്ടു കൂടം നോമിധാരേ, വീട്ടിലെത്തി വിശ്രമിക്കും വരെ, കൂട്ടിനുണ്ടു കൂടം നോമിധാരേ, വീട്ടിലെത്തി വിശ്രമിക്കും വരെ, ഈ വിധ സ്നേഹിതൻ പാരില, ഈ വിധ സ്നേഹിതൻ പാരില, വീണ്ടെടുത്തോൻ എന്നെ തൻ ചോരയാൽ, വീണ്ടെടുത്തോൻ എന്നെ തൻ ചോരയാൽ, എൻ പ്രിയൻ ഓ നല്ലവൻ, നശ്വരമല്ലാത്തൊരു ദേഹവും ഈ ശരീരം മാറ്റിത്താൻ തന്നിടും, നശ്വരമല്ലാത്തൊരു ദേഹവും
ഈ ശരീരം മാറ്റി താൻ തന്നിടും ജീവിത സ്നേഹിതൻ പാരിലാ, ജീവിത സ്നേഹിതൻ പാരിലാ. വീണ്ടെടുത്തോൻ എന്നെ തൻ ചോരയാൽ, വീണ്ടെടുത്തോ എന്നെ തൻ ചോരയാൽ. എൻ പ്രിയൻ, ഓ നല്ലവൻ, എൻ പ്രിയൻ, ഓ നല്ലവൻ. താങ്ക് യു. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു സിസ്റ്റർ. ദൈവം സഹായിക്കട്ടെ. വളരെ മനോഹരമായി ആ ഗാനം പാടുവാൻ ദൈവം സഹായിച്ചുവല്ലോ. എനിക്ക് വളരെ താല്പര്യമുള്ള, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ്. ഞാൻ ഓർക്കുന്നു, അനേക വർഷങ്ങൾക്ക് മുമ്പ് ദോഹയിൽ ഒരു ദൈവദാസൻ കടന്നു വന്ന് ഈ പാട്ടിന്റെ ചില വരികൾ പാടുവാനിടയായി തന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഇത് കേൾക്കുന്നത്. പെട്ടെന്ന് ഈ പാട്ടിന് എന്നെ സ്ട്രൈക്ക് ചെയ്യുവാനിടയായി തീർന്നു. അത് ഞാൻ പിന്നീട് പഠിച്ചു. ഇച്ചിരി ട്യൂൺ വ്യത്യാസത്തിലാണ് ഞാൻ പഠിച്ചത്. അതിനുശേഷം ഞാൻ അതൊരു CD ഇറക്കുവാനിടയായി തീർന്നു. അതിനുശേഷം അത് ഒത്തിരി പ്രചാരത്തിലാകുവാനിടയായി തീർന്നു. എൻ പ്രിയൻ എന്ന് പറയുന്ന ഒരു CD തൃശ്ശൂരുള്ള സാബു ലൂയിസ് ആണ് അത് എഡിറ്റ് ചെയ്ത് ഇറക്കിയത്. കെസ്റ്റർ പാടുവാനിടയായി തീർന്നു. ഇന്ന് ആ പാട്ട് കേൾക്കുമ്പോൾ എന്നെ വളരെ സന്തോഷിപ്പിക്കുന്ന ഒരു ഗാനമാണ്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ഒരു വളരെ നല്ലൊരു സ്നേഹിതൻ നമുക്ക് പാരിലുള്ളത് ഓർത്ത്, അവൻ നമ്മളെ വീണ്ടെടുത്ത ആ സ്നേഹത്തെ ഓർത്തുകൊണ്ട് ഇന്ന് രാത്രിയിൽ നമുക്ക് ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്യാം. അതിന്റെ വരികൾ ഇപ്രകാരമാണ് പറയുന്നത്. ലോകമാം കടൽ തീരത്തള്ളലിൽ പൂകുമിവൻ പാറയിൻ വിള്ളലിൽ, ലോകമാം കടൽ തീരത്തള്ളലിൽ പൂകുമിവൻ പാറയിൻ വിള്ളലിൽ, ജീവിത സ്നേഹിതൻ പാരിലാ, ജീവിത സ്നേഹിതൻ പാരിലാ. വീണ്ടെടുത്തോൻ എന്നെ തൻ ചോരയാ, വീണ്ടെടുത്തോൻ എന്നെ തൻ ചോരയാ. എൻ പ്രിയൻ, ഓ നല്ലവൻ, എൻ പ്രിയൻ, ഓ നല്ലവൻ. വിടുകയില്ലവനല്ലലിൽ വീഴുകിൽ തൻ ശ്വാശ്വത കൈകളിൽ, കൈവിടുകയില്ലവനല്ലലിൽ വീഴുകിൽ തൻ ശ്വാശ്വത കൈകളിൽ. ജീവിത സ്നേഹിതൻ പാരിലാ, ജീവിത സ്നേഹിതൻ പാരിലാ. വീണ്ടെടുത്തോൻ എന്നെ തൻ ചോരയാ, വീണ്ടെടുത്തോൻ എന്നെ തൻ ചോരയാ. എൻ പ്രിയൻ, ഓ നല്ലവൻ, എൻ പ്രിയൻ, ഓ നല്ലവൻ. കൂട്ടിനുണ്ടു കൂടന്നുമിദ്ധരേ, വീട്ടിലെത്തി വിശ്രമിക്കും വരെ. കൂട്ടിനുണ്ടു കൂടന്നുമിദ്ധരേ, വീട്ടിലെത്തി വിശ്രമിക്കും വരെ. ജീവിത സ്നേഹിതൻ പാരിലാ, ജീവിത സ്നേഹിതൻ പാരിലാ. വീണ്ടെടുത്തോൻ എന്നെ തൻ ചോരയാ, വീണ്ടെടുത്തോൻ എന്നെ തൻ ചോരയാ. എൻ പ്രിയൻ, ഓ നല്ലവൻ. പ്രൈസ് ദി ലോർഡ്. ലോകമാം കടൽ തീരത്തള്ളലിൽ പൂകുമിവൻ പാറയിൻ വിള്ളലിൽ, കൈവിടുകയില്ലവൻ അല്ലലിൽ വീഴുകിൽ തൻ ശ്വാശ്വത കൈകളിൽ. നമ്മളെ സ്നേഹിക്കുന്ന, നമ്മളെ കരുതുന്ന ആ നല്ല ഇടയൻ നമ്മെ നടത്തുന്നത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പിന്നീട് ഇത് വേറൊരു ട്യൂണിൽ പാസ്റ്റർ VA തോമസ്, നിത്യതയിൽ വിശ്രമിക്കുന്ന കർത്താവിന്റെ ദാസരും ആ പാട്ട് ട്യൂൺ ചെയ്ത് എൻ്റെ മരുമകൻ VA നമ്മുടെ ജെയിംസ് ജോൺ പാടി ഞാൻ കേട്ടിട്ടുണ്ട്. ദൈവം സഹായിക്കട്ടെ. തുടർന്ന് കർത്താവിന്റെ ദാസി സിസ്റ്റർ പുഷ്പ ജോൺസൺ നമ്മോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട്.
താന് ട്രിവാൻഡ്രത്തു നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. അനേക അനുഭവങ്ങളുള്ള ഒരു കർത്താവിൻ്റെ ദാസിയാണ് താൻ. നമ്മളോടൊപ്പം ബൈബിൾ കോളേജിൽ തനിക്ക് സാഹചര്യങ്ങൾ ലഭിക്കുന്നത് പോലെ ജോയിൻ ചെയ്യാറുണ്ട്. ഇന്ന് രാത്രി താനൊരു നണ്ണായിരുന്നു. തന്നെ ദൈവം തെരഞ്ഞെടുത്ത് തന്നെ വിളിച്ചു വേർതിരിച്ച കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ദൈവകരങ്ങളിൽ വളരെ ശക്തമായി ഉപയോഗിക്കുന്ന കർത്താവിൻ്റെ ദാസി നമ്മളോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട്. തൻ്റെ സാക്ഷ്യം നമ്മോട് ഇപ്പോൾ താൻ പങ്കുവയ്ക്കും. അതിനായി കർത്താവിൻ്റെ ദാസിയെ ഞാൻ വളരെ സ്നേഹത്തോടെ ആദരവോടെ ക്ഷണിക്കുന്നു. സിസ്റ്റർ പുഷ്പ ജോൺസൺ ഫ്രം ട്രിവാൻഡ്രം, പ്ലീസ്. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു 4 വരി പാട്ട് എനിക്കും പാടാൻ തോന്നുന്നുണ്ട്. മേ ഐ? പാടിയോ സിസ്റ്റർ. വന്ന വഴികൾ ഒന്നോർത്തിടുമ്പോൾ ഇന്നയോളം നടത്തിയ നാഥ, വന്ന വഴികൾ ഒന്നോർത്തിടുമ്പോൾ ഇന്നയോളം നടത്തിയ നാഥ, നന്ദിയല്ലാതില്ലൊന്നുമില്ല, എന്നും കരുതലിൽ വഹിച്ചവനെ. നന്ദിയല്ലാതില്ലൊന്നുമില്ല, എന്നും കരുതലിൽ വഹിച്ചവനെ. ആമേൻ. കർത്താവിന്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പാസ്റ്റർ പറഞ്ഞതുപോലെ എൻ്റെ പേര് പുഷ്പ ജോൺസൺ. ഞാൻ ട്രിവാൻഡ്രത്ത് കാഞ്ഞിരംകുളത്ത് എന്ന സ്ഥലത്ത് താമസിക്കുന്നു. ഹല്ലേലൂയ. ഞാൻ ഒരു കത്തോലിക്ക കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട ഒരു വ്യക്തിയാണ്. വളരെ ഭക്തിയുള്ള ഒരു അപ്പൻ്റെ മകളായിരുന്നു. തുടർന്ന് 9ാമത്തെ വയസ്സിൽ ദൈവ പദ്ധതി പ്രകാരം ഞാനൊരു അനാഥാലയത്തിൽ വളർത്തപ്പെട്ടു. കുറെ കഴിഞ്ഞ് എൻ്റെ 18ാമത്തെ വയസ്സിൽ, വളരെ ഷോർട്ടായി പറയുന്നു കാരണം സമയമില്ലല്ലോ, 18ാമത്തെ വയസ്സിൽ ഞാൻ ഒരു കത്തോലിക്ക പള്ളിയിൽ അതിരാവിലെ കുർബാനയ്ക്കായി കടന്നു പോകാൻ എഴുന്നേറ്റ ഉടനെ ഒരു മനസ്സങ്ങ് തോന്നി. അപ്പൊ അങ്ങനെ ആ ആലയത്തിൽ പോയപ്പോ കുർബാന തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ എത്തുവാനിടയായി. അങ്ങനെ അവിടെ ആയിരിക്കുമ്പോ എനിക്കൊരു ദർശനം കർത്താവ് തന്നു. ആ ദർശനത്തിലൂടെ ഇപ്രകാരം പറഞ്ഞു, എന്റെ ആത്മദാഹം കുരിശിൽ കടന്നുകൊണ്ട്, ഐ നീഡ് യു ടു ക്വെഞ്ച് മൈ തേഴ്സ്റ്റ്. ഹല്ലേലൂയ. കർത്താവിന്റെ ദാഹം ശമിപ്പിപ്പാൻ എന്നെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. എന്നാൽ എനിക്കത് എന്താണെന്ന് തിരിച്ചറിയാൻ സാധിച്ചില്ല. ഞാൻ കർത്താവിനോട് ചോദിച്ചു, നാഥാ അതെന്താണ്? ഞാൻ എന്ത് ചെയ്യണം? എവിടെ പോകണം? അങ്ങനെ ഞാൻ ആയിരുന്ന ആലയത്തിന് ഒരു 3 കിലോമീറ്റർ അടുത്തുള്ള ഒരു കോൺവെന്റിലെ കന്യാസ്ത്രീ എനിക്ക് കാണിച്ചു തരുവാനിടയായി. അങ്ങനെ കുർബാന കഴിഞ്ഞ ശേഷം അത് സത്യമാണോ ഇല്ലയോ എന്ന് എനിക്ക് അറിയാൻ ഒരു ആഗ്രഹം ഉണ്ടായി. കാരണം എന്നെ പോലെ ഒരാൾക്ക് ദർശനം കിട്ടുക എന്നൊക്കെ പറഞ്ഞ അസംഭവമാണ്. എന്നാലും ആരോടും പറയാനും ഒക്കത്തില്ല. ഞാൻ അവിടെ നിന്ന് നടന്നു, ഒരു 3 കിലോമീറ്ററോളം നടന്ന് ഇത് സത്യമാണോ ഇല്ല എന്ന് സക്കായി കാട്ടത്തിൽ കയറിയിരുന്ന് യേശുവിനെ കാണാനിരുന്നത് പോലെ ഇതൊന്ന് പോകാമല്ലോ എന്ന് പറഞ്ഞു ജസ്റ്റ് ഒന്ന് കാണാൻ ഞാൻ നടന്നു പോയി. അവിടെ ചെന്നപ്പോ ഞാൻ ദർശനത്തിൽ കണ്ട അതേ കന്യാസ്ത്രീയെ ഞാൻ അവിടെ കണ്ടു. അത് മിഷണറീസ് ഓഫ് ചാരിറ്റി കോൺവെന്റ് ആയിരുന്നു. അവിടുത്തെ ഞാൻ ജനിച്ചു വളർന്ന കോൺഗ്രിഗേഷൻ വേറെ ആയിരുന്നു. അപ്പോൾ മിഷണറീസ് ഓഫ് ചാരിറ്റിയിലെ കന്യാസ്ത്രീകൾ സാരിയൊക്കെ ഇങ്ങനെ വലിച്ചുവാരി കൊടുക്കുമ്പോൾ അവര് കന്യാസ്ത്രീകളൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. അന്ന് ദർശനത്തിലൂടെ കർത്താവ് എന്നെ അവിടേക്ക് പോകാൻ കൽപ്പിച്ചു. ഞാൻ അവിടേക്ക് പോയി കണ്ടു, അത് സത്യമാണെന്ന് മനസ്സിലായി. പിന്നത്തേതിന് ഞാൻ അവിടെ പോയി സുപ്പീരിയറെ കണ്ട് സംസാരിച്ചു. അങ്ങനെ ഏറെ ക്വസ്റ്റ്യനിങ് ഒക്കെ ചെയ്തതിന് ശേഷമാണ് എനിക്ക് അവിടെ പ്രവേശനം ലഭിച്ചത്. കാരണം എനിക്ക് ശരിയായ ദൈവവിളി ഉണ്ടോ ഇല്ലയോ എന്നറിയാൻ അവർ ഒത്തിരി ക്വസ്റ്റ്യൻ ചോദിച്ചു. എല്ലാ ക്വസ്റ്റ്യനും ഞാനിപ്പോ ഇവിടെ പറയുന്നില്ല. അപ്പോ ഹല്ലേലൂയ, അവസാനം അവർക്ക് മനസ്സിലായി അതൊരു ദൈവവിളിയാണെന്ന്. അങ്ങനെ ഞാൻ അവിടുന്ന് ചില വർഷങ്ങൾക്ക് ശേഷം ഞാൻ കൽക്കട്ടയിലെത്തി. ആദ്യത്തെ എല്ലാ കോഴ്സുകളും കഴിഞ്ഞ് ഫൈനലി കൽക്കട്ടയിലെത്തി. ചില വർഷങ്ങൾക്ക് ശേഷം എന്നെ വല്ലാത്തൊരു ശൂന്യത ഭരിച്ചിരുന്നു. എൻ്റെ പേരൊക്കെ മാറ്റിയിരുന്നു. സിസ്റ്റർ മേരി ഫെലിനിറ്റ എന്നായിരുന്നു എൻ്റെ അവിടുത്തെ പേര്. 2888ാമത്തെ കന്യാസ്ത്രീ ആയിരുന്നു ഞാന്. അങ്ങനെ കൽക്കട്ടയിൽ താമസിച്ചു വരവേ എനിക്ക് പെട്ടെന്നൊരു ശൂന്യത അനുഭവപ്പെട്ടു. ആ ശൂന്യത അതുവരെ ഇല്ല. കാരണം ഞാൻ ആയിരുന്ന സ്ഥലത്തൊക്കെ ആത്മീയമായ ഭക്ഷണം ധാരാളം ഉണ്ടായിരുന്നു. എൻ്റെ അപ്പൻ ഭക്തനായിരുന്നു. രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കും, ഉച്ചയ്ക്ക് പ്രാർത്ഥിക്കും, രാത്രി കൊന്തയൊല്ലും, വളരെ ചിട്ടയായിരുന്നു.
കോൺവെന്റിൽ ഞാനായിരുന്ന അനാഥാലയത്തിലും അതുപോലെ തന്നെയായിരുന്നു, ഒന്നിനും കുറവില്ലായിരുന്നു. വീണ്ടും വന്നത് എവിടെയാ? വീണ്ടും കന്യാസ്ത്രീ പദത്തിലേക്ക് വന്നു. അവിടെ എത്തിക്കഴിഞ്ഞപ്പോ പെട്ടെന്നൊരു ശൂന്യത എന്നെ ഭരിച്ചു. അത് പറഞ്ഞറിയിക്കാൻ മേലാത്തൊരു ശൂന്യതയാണ്. അതുവരെയും കുഴപ്പമില്ലായിരുന്നു. ഞങ്ങൾ അവിടെ ജോയിൻ ചെയ്യുമ്പോൾ ഞങ്ങളുടെ കയ്യിലൊരു പുസ്തകം തരും, പ്രാർത്ഥനാ പുസ്തകം, പ്രെയർ ബുക്ക്. അത് നോക്കി ഞങ്ങള് 4 നേരം പ്രാർത്ഥിക്കും. മോർണിംഗ് പ്രെയർ, നൂൺ പ്രെയർ, ഈവനിങ് പ്രെയർ, നൈറ്റ് പ്രെയർ. ഈ 4 നേരം പ്രാർത്ഥിക്കും, കൊന്ത ചെല്ലും. ഇതൊക്കെയായിരുന്നു ഞങ്ങൾ അവിടുത്തെ പ്രാർത്ഥന. പക്ഷെ എന്റെ ശൂന്യത എന്തിൽ നിന്ന് അനുഭവപ്പെട്ടെന്ന് വെച്ചാൽ, എനിക്കൊരു ദൈവ സാന്നിധ്യം, എന്റെ പ്രാർത്ഥന, ഞാൻ എന്റെ ദൈവത്തോട് സംസാരിക്കാൻ എനിക്ക് സാധിക്കുന്നില്ലാത്തതായിരുന്നു എന്റെ വേദന. അതുവരെയും തോന്നിയിട്ടില്ല, ഈ കണ്ട വർഷങ്ങളൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. എന്നാൽ ആ പർട്ടിക്കുലർ സമയം വന്നപ്പോൾ കർത്താവ് എന്നോട് പറഞ്ഞ ആത്മദാഹം അവിടെ സാധിക്കുന്നില്ല എന്ന് മനസ്സിലായത് ആ സമയത്ത് കർത്താവ് എനിക്ക് ശൂന്യത വരുത്തി. അതുകൊണ്ടാണ് എനിക്ക് മഹാഭാഗ്യം എനിക്ക് ലഭിക്കാനിടയായത്, ഇന്ന് നിങ്ങളോട് സംസാരിപ്പാനിടയായത്, അനേക ആത്മാക്കൾക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ കർത്താവിനെ ഉപയോഗിക്കുന്നത്. ഹാലലിയ. അന്ന് അങ്ങനെ ഒരു ശൂന്യത വരുത്തി, ഹാലലൂയ, ഞാൻ മദറിനോട് സംസാരിപ്പാനിടയായി. അതുപോലെ വേറൊരു കാര്യം കൂടെ എന്നെ ടച്ച് ചെയ്തു. വളരെ വേദനിപ്പിച്ച ഒരു വിഷയം ഉണ്ടായി. അങ്ങനെ ആയിരിക്കെ ഒരു ഈവനിങ് പ്രെയറിന് ഞങ്ങൾക്ക് ചാപ്പലിൽ പോകേണ്ട സമയമായപ്പോ അവിടെ ഒരു സഹോദരി കരഞ്ഞുകൊണ്ട് വന്നു. അവൾക്ക് കൊടുത്ത മറുപടി കേട്ടും എനിക്ക് വളരെ വേദന തോന്നി. അവൾ കരഞ്ഞുകൊണ്ട് വന്നപ്പോ പറയും, ഞങ്ങളുടെ പ്രാർത്ഥന ടൈമാണ്, തും ജാവും. അങ്ങനെ അവൾ അങ്ങ് പോയി. പക്ഷെ അന്ന് ഞാൻ കർത്താവിനോട് കരഞ്ഞ ഒരു കരച്ചിലുണ്ട്. നാഥാ, ഈ വസ്ത്രം എനിക്ക് എന്റെ പുറത്തില്ലാതിരുന്നെങ്കിൽ, ഞാൻ ഇവിടുത്തെ നിയമത്തിന്റെ ലിമിറ്റിനകത്ത് അല്ലാതിരുന്നെങ്കിൽ, എനിക്ക് ആ സഹോദരിയോട് പോയി ചോദിക്കായിരുന്നു അവൾ ഏത് സാഹചര്യത്തിൽ നിന്നാ വന്നതെന്ന്. അപ്പോ എനി ടൈം എനിക്ക് പോയി ഈ പ്രവർത്തനങ്ങൾ ചെയ്യാൻ താല്പര്യമുണ്ട്. അന്നാണെങ്കിൽ ഞങ്ങൾക്ക് അവിടെ ഒന്നിനും കുറവില്ല. ഇന്ന് ആസ് എ വീട്ടമ്മ ഒത്തിരി റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. ഞങ്ങൾക്ക് അവിടെ അങ്ങനെയല്ല. ഞങ്ങൾക്ക് അവിടെ ലെപ്രസി പേഷ്യൻസിനെ നോക്കണം, ഡൈയിങ് ഡെസ്റ്റിറ്റ്യൂട്ട്സിനെ നോക്കണം, ക്രിപ്പിൾ പേഷ്യൻസിനെ നോക്കണം. അങ്ങനെ ഒത്തിരി പുണ്യപ്രവർത്തികൾ, ഇഷ്ടം പോലെ ചാരിറ്റി. ബംഗ്ലാദേശിൽ നിന്ന് വിഭജനം കഴിഞ്ഞ് വന്ന മനുഷ്യരായിരുന്നു അന്ന്. 30,000 പേർക്ക് ഞങ്ങൾ ദിവസവും ഭക്ഷണം കൊടുക്കും. ഇതൊക്കെ ചെയ്തിട്ടും ശൂന്യതയ്ക്ക് ഒരു കുറവുമില്ലായിരുന്നു. അങ്ങനെയാണ് ഹാലലിയ ഫൈനലി ഞാൻ മദർ തെരേസയോട് സംസാരിപ്പാൻ ഒരു രാത്രിയിൽ എനിക്ക് പെർമിഷൻ കിട്ടി. എന്റെ മദറിനോട് ഞാൻ സംസാരിച്ചു. എന്റെ ഹൃദയത്തെ ഞാൻ മദറിനോട് തുറന്നു. എന്റെ ദർശനം മുതൽ എല്ലാം ഞാൻ പറഞ്ഞപ്പോ മദർ 3 ദിവസം എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് ഞാൻ പറയാന്ന് പറഞ്ഞു. അങ്ങനെ മദർ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് എന്നോട് പറഞ്ഞായിരുന്നു, ഗോഡ് ഹാസ് എ ഗ്രേറ്റ് പ്ലാൻസ് ഫോർ യു. അതിവിടെ നിന്നുകൊണ്ടല്ല എന്ന് മദറിന് കർത്താവിന് വെളിപ്പെടുത്തി. അങ്ങനെ വിത്ത് ഹെർ പെർമിഷൻ ഞാൻ അവിടെ നിന്ന് ഇറങ്ങുവാനിടയായി. കാലങ്ങൾ കഴിഞ്ഞുപോയി. ഞാൻ ഈ ശൂന്യത മാറാനായിട്ട് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. കാരണം കൊന്ത 150 മണി ജപം വരെ പഠിക്കുന്നുണ്ട്. 50 അല്ല 150, 3 രഹസ്യമൊക്കെ ചൊല്ലിയിട്ടാ കൊന്ത ചൊല്ലുന്നേ. എന്തിനു കൊന്തയാ ചൊല്ലുന്നേ? അത് തിരിച്ചറിവുണ്ടോ? മറിയയോട് ഗബ്രിയേൽ ദൂതൻ ചെന്ന് പറഞ്ഞ വാർത്തയായി ഉരുവിട്ടോണ്ടിരിക്കുന്നത്. ഇതെങ്ങനെയാ എന്റെ പ്രാർത്ഥനയാകുന്നേ? ആ ഉരുവിട്ട വാർത്ത, അന്ന് കൽപ്പിച്ച വാർത്ത, അവിടെ പോയി അറിയിച്ച വാർത്തയെല്ലാം സംഭവിച്ചു കഴിഞ്ഞു. കർത്താവ് മരിച്ചുയർത്തെഴുന്നേറ്റ് ഇന്ന് എനിക്ക് വേണ്ടി മീഡിയേറ്റർ ആയിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഉരുവിടുന്നത് അന്നത്തെ വാർത്തയാ എന്ന തിരിച്ചറിവിന് വന്നപ്പോ എന്നിലെ ശൂന്യത വർദ്ധിച്ചു. ഇതെങ്ങനെയാ ഞാൻ കണ്ടെത്തുന്നേ? എങ്ങനെയാ കർത്താവ് എന്നോട് പറഞ്ഞ ആ ആത്മദാഹം തീർക്കാൻ എങ്ങനെയാ എനിക്ക് പറ്റുന്നത്? ഞാൻ വീണ്ടും ഒരുപാട് തലങ്ങളിൽ അന്വേഷിച്ചു. മിക്കവാറും പോയി കുമ്പസാരിക്കും, ആ ഒരു ദൈവ സാന്നിധ്യം അനുഭവിപ്പാൻ. എന്നാൽ എനിക്ക് സാധിക്കുന്നില്ല. കൊന്ത ചൊല്ലുന്നു, സാധിക്കുന്നില്ല. എല്ലാ പുണ്യാളന്മാരെയും പ്രാർത്ഥിച്ചു, നോ, സാധിക്കുന്നില്ല. ഫൈനലി ഞാൻ ഒരു ദിവസം ഡൽഹിയിലെത്തി. ഡൽഹിയിൽ ഞാനൊരു ചാർട്ടേഡ് ബസ്സിന് വെയിറ്റ് ചെയ്യുമ്പോൾ അവിടെ ഒരു ബസ് സ്റ്റോപ്പിൽ ഒരു സിസ്റ്ററിനെ ഞാൻ കണ്ടു. ഒരു പെന്തക്കോസ്ത് സഹോദരിയാ, ആഭരണമൊന്നും ഇട്ടിട്ടില്ല. അന്നേരം മനസ്സിലായി അത് വേറൊരു കാറ്റഗറിയാണ്, ഒരു ഡിനോമിനേഷനാണ്. ഞാൻ ആ സഹോദരിയുടെ അടുത്തേക്ക് പോയി ചോദിച്ചു, സിസ്റ്ററെ എന്നോടൊപ്പം വന്നൊന്ന് ഒരു പ്രാർത്ഥിക്കാവോ എന്ന് ചോദിച്ചു. ആ പ്രിയ സഹോദരിയുടെ പേര് ഏലിയാമ്മ, കൊട്ടാരക്കരയെന്ന്. വർഷങ്ങളായി. അപ്പൊ ആ സഹോദരി എന്നോട് പറഞ്ഞു, നമുക്ക് ഓഫീസ് ടൈം കഴിയുമ്പോ ഞാൻ ഫ്ലാറ്റിൽ വരാം. അങ്ങനെ ആ സഹോദരി ഒരു 1992 സെപ്റ്റംബർ മാസം എന്റെ ഭവനത്തിൽ വന്നു. എന്നോട് ഈ സത്യസുവിശേഷം എല്ലാം ഓരോന്നായി എന്നോട് പറഞ്ഞു തന്നു. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട ദിവസം എനിക്ക് മറക്കാൻ സാധിക്കില്ല. ഞാൻ തേടി നടന്ന ട്രഷർ എനിക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചു. എന്റെ കർത്താവിനോട് പ്രാർത്ഥിക്കുന്നത് എങ്ങനെയെന്ന് ഞാൻ മനസ്സിലാക്കി. ഹല്ലേലൂയ.
കർത്താവിൽ മാത്രമാണ് രക്ഷയെന്ന് ഞാൻ മനസ്സിലാക്കി. അതുവരെ എനിക്ക് രക്ഷ കിട്ടിയില്ലെന്ന് ഞാൻ മനസ്സിലാക്കി. അത്തരത്തിൽ ഒത്തിരി സത്യങ്ങളെ ഞാൻ മനസ്സിലാക്കി. വിഗ്രഹാരാധന എന്താണെന്ന് മനസ്സ് പഠിപ്പിച്ചു തന്നു. എല്ലാം തിരുവചനത്തിൽ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ കയ്യിൽ തിരുവചനമുണ്ട്. കുർബാന അവസാനിപ്പിക്കണമെങ്കിൽ വചനം വായിക്കും. അത് പഠിക്കില്ല. ഏറെ പഠിക്കാനുണ്ട് അവിടെ. പക്ഷെ ഇത് ഇത്രത്തോളം ആഴമായി പഠിപ്പിക്കുന്നില്ല. അത് മനസ്സിലാക്കിയപ്പോ പിന്നെ എനിക്ക് വെയിറ്റ് ചെയ്തിട്ട് കാര്യമില്ല. ഇമ്മീഡിയറ്റ്ലി എനിക്കൊരു ആർഗ്യുമെന്റ്സും ഇല്ലായിരുന്നു. ബിക്കോസ് ഐ വാസ് സെർച്ചിങ് ഫോർ. ഞാൻ ഈ ദൈവത്തെ കണ്ടെത്താൻ നടക്കുമായിരുന്നു. ഈ ആത്മ ചൈതന്യം കണ്ടെത്താൻ ഞാൻ ആഗ്രഹിച്ചിരുന്നു. ഹല്ലേലൂയ. അങ്ങനെ ഞാൻ 1992 സെപ്റ്റംബർ മാസം 20 ഞാൻ ഡൽഹി IPCയിൽ വെച്ച് സ്നാനപ്പെടുവാനിടയായി. ഹല്ലേലൂയ. എന്റെ കർത്താവിനെ ഞാൻ കണ്ടെത്തി. ആ പ്രിയന്റെ തണലിൽ ജീവിതം ആരംഭിച്ചു. 1995 ആയപ്പോ ഞാൻ നാട്ടിൽ വന്നു. നാട്ടിൽ വന്നപ്പോ മാതാപിതാക്കൾക്ക് ഞാൻ വിവാഹിതയാകണമെന്നുള്ളൊരു താല്പര്യം അതേത് മാതാപിതാക്കൾക്കും തോന്നും. എനിക്ക് താഴെ 4 സഹോദരന്മാരുണ്ട്. അങ്ങനെ അവിടുത്തെ പാസ്റ്റേഴ്സിന്റെ ഒക്കെ നിർബന്ധം കൊണ്ട് എനിക്ക് സുവിശേഷ വേല വേണം, വിവാഹം വേണ്ട എന്നായിരുന്നു ആഗ്രഹിച്ചിരുന്നത്. എന്നാൽ അന്നത്തെ എന്റെ പാരന്റ്സിനെ എനിക്ക് അനുസരിച്ചേ പറ്റൂ. പാസ്റ്റേഴ്സിന്റെ ഉപദേശം സ്വീകരിച്ചേ പറ്റൂ. എന്റെ കല്യാണം കഴിഞ്ഞു. ഹസ്ബൻഡ് ഉടനെ തന്നെ അദ്ദേഹം സ്നാനപ്പെടുവാനിടയായി. വിശ്വാസി അല്ലായിരുന്നു. പാരന്റ്സിന്റെ ഇഷ്ടത്തിനനുസരിച്ചായിരുന്നു വിവാഹം നടന്നത്. കൃപയാൽ അദ്ദേഹം ഇന്ന് നിത്യതയിൽ വിശ്രമിക്കുന്നു. ഏകദേശം 1 വർഷത്തിന് ശേഷം ദുബായിൽ വെച്ച് അദ്ദേഹം സ്നാനപ്പെടുവാനിടയായി. ഇന്നേക്ക് ഒരു 19 വർഷം ഞങ്ങൾ ഒരുമിച്ച് ജീവിച്ചു. അത് കഴിഞ്ഞ് 2014 ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. ഹല്ലേലൂയ. അത് കഴിഞ്ഞപ്പോൾ 2 ഫാമിലിയും മാറി നിന്നിട്ട് പെന്തക്കോസ്തുകാർക്ക് എന്ത് വരുമെന്ന് മാറി നിന്ന് വീക്ഷിക്കുകയായിരുന്നു. 2 പേരും പറഞ്ഞു കുഞ്ഞുങ്ങളോട് വേണ്ട രീതിയിൽ ഉപേക്ഷിച്ച് അമ്മയെ ഉപേക്ഷിച്ചു വരണം. പെന്തക്കോസിൽ പോയതുകൊണ്ട് അമ്മയ്ക്ക് ഭർത്താവ് മരിച്ചത്. നിങ്ങൾക്ക് ഈ ദുരന്തം ഇനി എന്താ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ഞങ്ങളെ കൊണ്ട് പറ്റില്ല. പെന്തക്കോസ് വിട്ട് കാത്തലിക്കിലേക്ക് വരണം, എന്നാൽ മാത്രമേ ഞങ്ങൾ സഹായിക്കുള്ളൂ ഒരു നിബന്ധന വെച്ചു. എന്നാൽ അവർക്കറിയില്ലായിരുന്നു എന്റെ പിതാവ് കൊടുത്തിട്ട് അവര് ജീവിക്കുന്നതെന്ന്. ആ സത്യം എനിക്കറിയാം. എന്റെ ദൈവം കൊടുത്തിട്ട് അവര് ജീവിക്കുന്നത്. എന്റെ കർത്താവ് കൊടുത്തെങ്കിലേ അവരുടെ കയ്യിൽ എന്തെങ്കിലും ഉള്ളൂ. അങ്ങനെ ലഭിച്ചെങ്കിലേ എനിക്ക് തരുള്ളൂ. ഹല്ലേലൂയ. എന്റെ പ്രതികൂലങ്ങളെല്ലാം, പ്രതിസന്ധികളെയൊക്കെ പ്രമോഷനാക്കി മാറ്റുന്ന ഒരു ദൈവത്തിന്റെ ആ പ്രതികൂലങ്ങൾ തരുന്നതൊക്കെ അനുഭവിച്ച് ഞാനിങ്ങനെ സ്വാതേറിയ ഭക്ഷണം പോലെ ആ ദിവസങ്ങളിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുക. അതവർക്കറിയില്ല. ഹല്ലേലൂയ. എന്റെ കുഞ്ഞുങ്ങളോട് പറഞ്ഞു നിങ്ങൾ വരണമെന്ന്. എന്നാൽ ഹല്ലേലൂയ പറയട്ടെ, ഭർത്താവ് മരിച്ച്, വളരെ ഷോർട്ടായി പറയാം, ഭർത്താവ് മരിച്ച് കർത്താവിന്റെ കരുതലിനെ പറ്റി പറയാ. ഒരു വിശ്വാസിയായി വന്നു കഴിയുമ്പോൾ എന്റെ കുടുംബം ഉപേക്ഷിച്ചു, ബന്ധുക്കൾ ഉപേക്ഷിച്ചു, ചാർച്ചക്കാർ ഉപേക്ഷിച്ചു, ജോലി നഷ്ടപ്പെട്ടു, സാമ്പത്തികമില്ല, ഇനി ഞാൻ എങ്ങനെ മുന്നോട്ട് എന്ന് ചിന്തിക്കുന്ന സഹോദരിമാർ ഇതിന് എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളോട് ചെറിയ സാക്ഷ്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഹല്ലേലൂയ. എന്റെ മകള് 2014 അവള് 2 പേരും CBSE പഠിച്ചത്. പഠിത്തം കഴിഞ്ഞ ഉടനെ ആ കുഞ്ഞ് ഭർത്താവ് മരിച്ച് 4 മാസം എന്നോട് പറയാം, അമ്മ എനിക്ക് വിദേശത്ത് പഠിക്കണം. ഭർത്താവ് മരിച്ചപ്പോ ശവാടക്കൊക്കെ നടത്തിയത് എന്റെ സഹോദരങ്ങളാ. ശവപ്പെട്ടി വാങ്ങിയത് അവരാ. മരിച്ചു കഴിഞ്ഞ് 2 പേർ കുടുംബം മാറിപ്പോയപ്പോ വഴിയിൽ കാണുന്ന കണ്ണിമാങ്ങ പറിച്ചു കൊണ്ടുവന്ന് അച്ചാറിട്ട് കഞ്ഞി കുടിക്കുന്ന സമയമാ. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. എന്റെ പരീക്ഷകൾക്കായി നന്ദി. ഹല്ലേലൂയ. ആ കുഞ്ഞെന്നോട് പറയാം, അമ്മ എനിക്ക് വിദേശത്ത് പഠിക്കണം, ഇവിടെ അടുത്തുള്ള കോളേജിൽ വിടാൻ സാധിക്കുമെന്ന് എനിക്ക് അറിയില്ല. ബട്ട് ഐ സെഡ് ഹല്ലേലൂയ. ഇമ്മീഡിയറ്റ് ആയിട്ട് ഞാൻ എന്ത് ചെയ്തു? കുഞ്ഞിനോട് പറഞ്ഞു, ഓക്കെ മക്കളെ, നമുക്ക് നോക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവം തരും. അവർ ചില അത്ഭുതങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് കർത്താവ് ചെയ്തത്. ഹല്ലേലൂയ. കുഞ്ഞിനോട് പറഞ്ഞു, പ്രാർത്ഥിക്കും മോനെ. എന്നിട്ട് എന്താ ചെയ്ത? ഞാൻ ആദ്യം ഒരു പൊട്ടത്തരം ചെയ്തു. ഞാൻ എന്റെ കൂട്ടുകാരിയെ വിളിച്ചു പറഞ്ഞു, മിനി, മോൾക്ക് ഇങ്ങനെ വിദേശത്ത് പഠിക്കണം, അവളൊരു നായർ സ്ത്രീയാ, വിശ്വാസിയല്ല, എന്റെ വളരെ അടുത്ത സുഹൃത്താ, എന്റെ പൾസ് അറിയാവുന്നവളാ, ഒരു ഓഫീസിൽ 13 വർഷം ജോലി ചെയ്തു. ഞാൻ അവളെ വിളിച്ച് പറഞ്ഞപ്പോ, പുഷ്പ, ഈ പൊട്ടത്തരം പിള്ളേരൊക്കെ പറയും, അതുകൊണ്ടൊന്നും കേൾക്കരുത്, നീ അങ്ങ് മറന്നേരെന്ന് പറഞ്ഞു. കാരണം ഷീ നോസ് മൈ വാലറ്റ്. അപ്പോ ഞാൻ എന്ത് ചെയ്തു? കർത്താവ് എന്നോട് പറഞ്ഞു. അത് പറഞ്ഞു കഴിഞ്ഞ് ഫോൺ കട്ട് ചെയ്തപ്പം 118 സങ്കീർത്തനം 8-9 വായിക്കാൻ പറഞ്ഞു. വായിച്ചു. കർത്താവിനോട് ഞാൻ ക്ഷമ ചോദിച്ചു. അത് കഴിഞ്ഞ് കുഞ്ഞു കിടന്നുറങ്ങി. ഞാൻ രാത്രിയിലിരുന്ന് പ്രാർത്ഥിച്ചു. പ്രിയമുള്ളവരെ,
എന്റെ കർത്താവെ, ഈ കുഞ്ഞുങ്ങളോട് ഞാൻ പറഞ്ഞു എന്റെ അപ്പന് സകലവും സാധ്യമാണെന്ന്. കൈ ശൂന്യമാണ്, ഒന്നുമില്ല, ബാങ്കിലൊന്നുമില്ല. 85,000 രൂപ ഒരു ബാങ്കിൽ ലോണ് ബാക്കിയുണ്ട്. ആ സമയത്താ കുഞ്ഞ് ആവശ്യപ്പെട്ടത്. എന്റെ കർത്താവിനോട് ഞാൻ പ്രാർത്ഥിച്ചു രാത്രിയില്. ഹല്ലേലൂയ. എന്റെ പ്രിയനോട് ഞാൻ പറഞ്ഞു. ഹല്ലേലൂയ. രാത്രിയിൽ കർത്താവ് എന്നോട് പറഞ്ഞു, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണുമെന്ന് മാർത്തയോട് കർത്താവ് പറഞ്ഞ വാക്യം എന്നോട് പറഞ്ഞു. വെരി സിമ്പിൾ, ജസ്റ്റ് വിശ്വസിച്ചാൽ മതി. വെരി ഗുഡ്. ഹല്ലേലൂയ. അത് കഴിഞ്ഞ് ഒരു കാര്യം കൂടെ ചോദിച്ചു. കർത്താവ് എന്നോട് പറഞ്ഞു, മറിയ ഗബ്രിയേൽ ദൂതനോട് ചോദിച്ചൊരു വാക്ക്, ഇതെങ്ങനെ സാധിക്കും? ഞാൻ പുരുഷനെ അറിയില്ലല്ലോ. നേരം പറഞ്ഞ വാക്കും കൂടെ എന്നോട് പറഞ്ഞു, ദൈവത്തിന് സകലവും സാധ്യമാ. കാരണം എന്റെ ഖജനാവ് നോക്കുമ്പോ ഒന്നുമില്ല, പിന്നെ ഞാൻ ഒന്നുകൂടെ ചോദിക്കാതിരിക്കുവോ? അങ്ങനെ കർത്താവ് 2 വാക്യങ്ങൾ കൊണ്ട് എന്നെ ഉറപ്പിച്ചു. എന്നാൽ +1 കഴിയാറായപ്പോ എന്റെ കുഞ്ഞ്, ഹല്ലേലൂയ, ഞാൻ മറന്നുപോയി വൈകിട്ടായി. ഒരു 8-9 മാസം കഴിഞ്ഞപ്പോ എന്റെ കുഞ്ഞിന്റെ അടുത്തേക്ക് വന്നിട്ട് ഒരു ന്യൂസ് പേപ്പർ കാണിച്ചിട്ട് പറയാം, അമ്മ ഇതൊന്ന് വായിക്കാവോ? ചോദിക്കാൻ അവൾക്ക് പറയാൻ ധൈര്യമില്ല, ബിക്കോസ് അമ്മയുടെ കയ്യിൽ ഒന്നുമില്ല. അവളെ കൊണ്ടുവന്ന് കാണിച്ച് ഞാൻ വായിച്ചു നോക്കി. ഓവർസീസ് എഡ്യൂക്കേഷൻ പ്രിപ്പറേറ്ററി സെമിനാർ സാന്റമോണിക്ക ഏജൻസി നടത്തുന്നു. ഞാൻ പറഞ്ഞു, യെസ്, എന്റെ കയ്യിൽ 250 രൂപയുണ്ട്, നമുക്ക് പോകാം മോളെ എന്ന്. കാരണം കർത്താവ് എന്നോട് പറഞ്ഞത് എനിക്ക് ഉറപ്പാ. ഹല്ലേലൂയ. ഞാൻ ആ കുഞ്ഞിനെയും കൊണ്ടുപോയി. ഞങ്ങൾ അറ്റൻഡ് ചെയ്തു. ഞങ്ങൾ പരസ്പരം പറഞ്ഞു, കാനഡ, യെസ്. ഹല്ലേലൂയ. അന്നേരം ഒരു അനൗൺസ്മെന്റ് വന്നു, 5,000 rupees അടയ്ക്കണം. ഞാൻ പറഞ്ഞു, മോളെ കർത്താവ് തരുമെന്ന് പറഞ്ഞു, നമുക്ക് പോകാം. 3rd ഡേ അതെങ്ങനെ വന്നെന്നൊക്കെ ഉള്ളത് എനിക്ക് ഇനിയും ഏറെ മണിക്കൂറുകൾ വേണം. അതൊക്കെ ഞാൻ വേണമെങ്കിൽ എന്നെ വിളിച്ചാൽ പേഴ്സണലി പറഞ്ഞു തരാം. പക്ഷെ ഇപ്പൊ സമയമല്ല, പാസ്റ്റർ എനിക്ക് 10 മിനിറ്റ് എങ്ങാണ്ട് അനുവദിച്ചോളൂ. സോവോ. അപ്പൊ ഫൈനലി ഞാൻ കൺക്ലൂഡ് ചെയ്യാം. 250 രൂപയിൽ നിന്ന് ആരംഭിച്ചത്. അന്ന് ഇതുപോലത്തെ മീറ്റിങ്ങുകളില്ല. ഇന്ന് മീറ്റിങ്ങുകളിൽ കയറുന്നവർ പറയും, എന്റെ കുഞ്ഞിനെ പഠിക്കണം, എന്റെ കുഞ്ഞിനെ നഴ്സിംഗിന് വേണം, ഫീസിലെ 2 ലക്ഷം രൂപ, എന്റെ കുഞ്ഞെ മുറിയടച്ചിരിക്കുക. ഹല്ലേലൂയ. അവൾ മറന്നു പോകുന്നു സകലവും കൊടുക്കുന്ന ദൈവത്തെ. ഇന്ന് മിക്കവാറും ഗ്രൂപ്പ് ഓൺ ചെയ്യുമ്പോഴത്തേക്ക് തന്റെ കുഞ്ഞുങ്ങളുടെ ഫീസ് അടയ്ക്കുന്ന കാര്യമാണ് പറയുന്നത്. ഹല്ലേലൂയ. അന്ന് ഗ്രൂപ്പുകളൊന്നും ഇല്ല. എന്റെ സഭയിൽ പറഞ്ഞില്ല, എന്റെ സഭാ ശുശ്രൂഷകൻ അറിഞ്ഞില്ല, എന്റെ അപ്പനും അമ്മയും അറിഞ്ഞില്ല, 4 ബ്രദേഴ്സ് അറിഞ്ഞില്ല, എന്റെ മകൻ അറിഞ്ഞില്ല. ഹല്ലേലൂയ. എന്റെ കുഞ്ഞ് പോയി കഴിഞ്ഞ്, ഹല്ലേലൂയ, വിദേശ രാജ്യത്ത് എത്തിക്കഴിഞ്ഞ് നവംബർ 26-ാം തീയതി അവള് പോയി. 2016 ഏറെ കടമ്പകൾ താണ്ടേണ്ടി വന്നു. നോട്ടുമാറ്റം വന്നു. നിങ്ങൾക്ക് മനസ്സിലാകാം സാഹചര്യം. ഹല്ലേലൂയ. അന്ന് എന്റെ കുഞ്ഞ് അവിടെ എത്തിയിട്ട് ഇന്നേക്ക് 12 വർഷമാകുന്നു സിറ്റിസൺഷിപ്പോട് കൂടെ. അവളിപ്പോ അവിടെയാണ് MBA പൂർത്തിയാക്കി അനുഗ്രഹിക്കപ്പെട്ട ഒരു കമ്പനിയിൽ കാനഡയിൽ CFൽ ജോലി ചെയ്യുന്നു. ഹല്ലേലൂയ. അപ്പൊ എന്റെ ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല. എന്റെ കർത്താവിന്റെ ആ അത്ഭുത സാക്ഷ്യം ഞാൻ ഡിസംബർ 31 ചർച്ചിൽ പറഞ്ഞപ്പോഴാ അറിയുന്നത്. എന്റെ പ്രിയമുള്ളവരെ, ഈ ഷോർട്ട് ടൈമില് എനിക്ക് പറയാനുള്ളത്, നമുക്ക് എന്ത് വേണമെങ്കിലും ഉണ്ടല്ലോ, നമ്മൾ ഈ നാട്ടുകാരോടും ഈ ഗ്രൂപ്പിലും കാണുന്നവരോടൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കരുത്. കാണുന്ന പ്രവാചകന്മാരെയും പ്രവാചികന്മാരെയും വിളിച്ചു കയറ്റി അവരോടൊന്നും പറയരുത്. ഇറ്റ്സ് യുവർ ഡ്യൂട്ടി, യുവർ ഫാദർ. ഐ ഹാവ് ടു ടെൽ മൈ ഫാദർ. മൈ ഫാദർ നോസ് വാട്ട് ടു ഡു. അല്ലാതെ നമ്മൾ കണ്ടവരോടൊക്കെ പറഞ്ഞ് നടന്നു കഴിഞ്ഞാൽ അവര് നമ്മളെ തരം താഴ്ത്തി കണ്ടിട്ട് ഷീ ഹാസ് നത്തിങ്. ജസ്റ്റ് വഴിയെ കണ്ട കണ്ണിമാങ്ങ എടുത്ത് കഞ്ഞി കുടിച്ച സ്ത്രീയാ, ശവപ്പെട്ടി വാങ്ങിയ സഹോദരങ്ങളാ. എങ്ങനെയാ ഇവൾക്ക് വിദേശത്ത് കുഞ്ഞിനെ അയക്കാൻ പറ്റുന്ന ഞാൻ ആദ്യം പറഞ്ഞു തളർത്തും. പക്ഷെ ലോകത്തെ സൃഷ്ടിച്ച് നമുക്ക് വേണ്ടി തന്ന ഒരു ദൈവം, എന്റെ ഉള്ളിലെ മുഴുവൻ ലോകത്തെക്കാളും വിലയുള്ള ഒരു ആത്മാവിനെ തന്ന ദൈവത്തിന് എന്താ തടസ്സം? ഹല്ലേലൂയ. ആ ദൈവത്തെക്കാൾ വലുതാണോ നമ്മൾ ഈ ചോദിച്ചു നടക്കുന്ന മനുഷ്യര്? ഹൃദയത്തിൽ പ്രാഗൽഭ്യം ഉണ്ടെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് അപ്പനോട് ചോദിച്ചുകൂടാ? നിരവധി അത്ഭുതങ്ങൾ ഇതുപോലെയുണ്ട്. പക്ഷെ സമയം അനുവദിക്കുന്നില്ലല്ലോ. സമയം കഴിയുമെന്ന് തോന്നി, ഞാൻ നോക്കിയില്ല സമയം. ഹല്ലേലൂയ. അപ്പോ ഇത്രയും ഞാൻ അവസാനിപ്പിക്കാൻ എനിക്ക് 10 minutes ആ പാസ്റ്റർ തന്നത്. വളരെ ഷോർട്ടായിട്ട് കർത്താവ് കൽപ്പിച്ചത്, ഈ കഴിഞ്ഞ ഫ്യൂ മന്ത്സ് ബാക്ക് എന്റെ മോൾ അവസാനത്തെ കടമ്പ കടക്കാൻ ഭാരപ്പെട്ടു. അതും കൂടെ പറഞ്ഞ് ഫാസ്റ്റായി നിർത്തിക്കോളാം. മോൾ പറഞ്ഞു, അമ്മ ഞാൻ സിറ്റിസൺഷിപ്പിന് അപേക്ഷിച്ചു, എനിക്ക് കിട്ടുന്നില്ല, ഞാൻ കുറച്ച് ട്രൈ ചെയ്തിട്ട് എന്റെ പേര് വരുന്നില്ല, നോട്ടിഫിക്കേഷൻ വരുന്നില്ല. ഐ സെഡ് പുട്ട് ദ ഫോൺ ഡൗൺ. ഞാൻ അന്നേരം ഒരു 5 വാക്ക് എന്റെ കർത്താവിനോട് ഞാൻ മുട്ടിന്മേൽ നിന്നിട്ട് പറഞ്ഞു, നാഥാ, അവിടുന്ന് ആരംഭിച്ചതാ, ഇത് പൂർത്തിയാക്കണം, എന്റെ കുഞ്ഞിന്റെ കണ്ണാലെ കാണട്ടെ. ഹല്ലേലൂയ. ഞാൻ 5 വാക്ക് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു. ഇമ്മീഡിയറ്റ് ആയിട്ട് എന്റെ കുഞ്ഞിനെ വിളിച്ച് അമ്മാന്നൊരു വിളി. ഹല്ലേലൂയ. സിറ്റിസൺഷിപ്പ് റെഡി. സോ ഹി ഡിഡ് എവരിതിങ്. ഹല്ലേലൂയ. സഹോദരങ്ങളോട് ചോദിച്ചെങ്കിൽ 500 രൂപ തന്നിട്ട് അവരവിടെ മതിയാക്കും. വേണമെങ്കിൽ 5 കിലോ അരിയും കൂടെ തരും. ഐ നെവർ, ഇന്ന് വരെ പറയാം, ഒരാൾ എന്റെ വാദിക്ക് വന്ന് എന്റെ ഫോണിൽ വിളിച്ച് ചോദിച്ചിട്ടില്ല, എന്താ പലിശ തരാത്തെ, എന്താ അടയ്ക്കാത്തെ, എന്താ ലോൺ അടയ്ക്കാത്തെ. നത്തിങ്. ഹി കംപ്ലീറ്റഡ് എവരിതിങ്. ദാറ്റ് ഈസ് ഗാഡ്. ഹല്ലേലൂയ. ആരോട് നടന്ന് പറയല്ലേ.
ഒന്നുമില്ലെങ്കിൽ ശൂന്യതയിൽ പ്രവർത്തിക്കുന്ന നമ്മുടെ ദൈവത്തിന് സകലവും സാധ്യമാ. ഹല്ലേലൂയ. ഈ അനുഗ്രഹിക്കപ്പെട്ട പ്ലാറ്റ്ഫോമിൽ കടന്നു വന്ന് ഷോർട്ടായിട്ട് ടെസ്റ്റിമണി പറയാൻ അനുവദിച്ച കർത്താവിന്റെ ദാസനെ, ദൈവമക്കളെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. തുടർന്ന് പ്രാർത്ഥിക്കണമേ. അന്ന് ഒരു വാക്ക് കൂടെ പ്രയർ റിക്വസ്റ്റ് ഉണ്ട്. എന്റെ 18ാമത്തെ വയസ്സിൽ കർത്താവ് എന്നോട് പറഞ്ഞത് നിങ്ങൾ കേട്ടു, ആത്മദാഹം. യെസ്, ഇപ്പൊ 42 വർഷം കഴിഞ്ഞു അത് പറഞ്ഞിട്ട്. ഏറെ അലഞ്ഞു, നാട്ടിലേക്ക് വന്നു. ഒക്ടോബർ മാസം 2025 ഒക്ടോബർ മാസം സഭാരാധന സമയത്ത് കർത്താവ് എന്നെ ഒരു ദർശനം കാണിച്ചു, ഒരു ഓഡിറ്റോറിയം കാണിച്ചു. അവിടെ ഞങ്ങളുടെ ഏരിയ കോസ്റ്റൽ ഏരിയ, നിറയെ ഭയങ്കര ഒത്തിരി വലിയ മുസ്ലിം കമ്മ്യൂണിറ്റി ഉണ്ട്, അതുപോലെ തന്നെ കാത്തലിക്സ് ഇഷ്ടം പോലെയുണ്ട്. പക്ഷെ അവിടെ നശിച്ചു പോകുന്ന ഒരു വലിയ തലമുറയുടെ ദൃശ്യങ്ങൾ കാണാൻ ഇവിടെ വന്നാല്, കഞ്ചാവും മയക്കുമരുന്നും ഗെയിമിങ്ങും ബാക്കിയുള്ള ഇമ്മോറൽ സംഭവങ്ങളെല്ലാം. അപ്പൊ ആ ഒരു സമൂഹത്തിലെ ഒരു കൺവെൻഷൻ നടത്താൻ കർത്താവ് എന്നോട് ആവശ്യപ്പെട്ടു. അത് മാത്രമല്ല, ഇന്നർ ഹീലിങ്ങിനുള്ള ക്ലാസ്, അത്തരത്തിലുള്ള ഒരുപാട് കിഡ്സ് കൗൺസിലിംഗ്, അത്തരത്തിലുള്ള എല്ലാം. അങ്ങനെ കൃപയാൽ കർത്താവ് എന്നോട് പറഞ്ഞു, ഐ ഡോണ്ട് ഹാവ് എനിത്തിങ്. ഒരു വലിയ കൺവെൻഷൻ, വലിയൊരു ഓഡിറ്റോറിയം കാണിച്ചത്, 30,000 രൂപ ഒരു ദിവസം. ഞാൻ ഒന്നും നോക്കിയില്ല, കാരണം പറഞ്ഞത് കർത്താവാ, കരുതിക്കൊള്ളും. അവന്റെ കയ്യിൽ ചതുർദ്രമ പണം ഉണ്ടെങ്കിൽ ഇന്ന് എനിക്ക് തരാനും ഉണ്ട്. ഞാൻ വിശ്വസിക്കുന്നു, ആത്മദാഹം തീർപ്പാൻ കർത്താവിന് ഞാൻ ഇന്ന് എന്നെ വേണം, അത്രേ ഉള്ളൂ. ആസ് എ ഹ്യൂമൻ ബീങ് എന്റെ കർത്താവിന് വേണം, എന്റെ നാവ് വേണം, എന്റെ ചലിക്കുന്ന ഒരു ശരീരം വേണം, അത്രേ ഉള്ളൂ. ഹല്ലേലൂയ. 58 വർഷം മുമ്പ് ഓപ്പറേഷൻ പറഞ്ഞതാ, 4 സ്ഥലത്ത് ഡിസ്കാ, അവിടെ തീർന്നു പോയതാ. ഹോസ്പിറ്റലിൽ പോയി ബെഡ് റെസ്റ്റ് മാത്രം, 6 മാസത്തിൽ ഒരിക്കൽ ട്രീറ്റ്മെന്റ്, അല്ലെങ്കിൽ ബെഡ് റെസ്റ്റ് അല്ലാതെ വേറെ ഒന്നും പാടില്ല എന്ന് വിധി എഴുതിയ വൈദ്യശാസ്ത്രം. എന്നാൽ കർത്താവിന് ഇറങ്ങി തിരിച്ചപ്പോ ഈ അസ്ഥി ഒടിഞ്ഞാലും വളഞ്ഞാലും ഒന്നും അവന് പ്രശ്നമില്ല, ഉണങ്ങിയാലും ജീവശ്വാസം ഊതി. ഹല്ലേലൂയ. കർത്താവ് ഇന്ന് നേരെ നിർത്തിയിട്ട് അവന്റെ കൺവെൻഷൻ നടത്താൻ പറഞ്ഞേക്കുക. തയ്യാറായിക്കൊണ്ടിരിക്കുക. 7 മാസങ്ങൾ കൊണ്ട് ആത്മീയ ശിശുക്കളെ ഗർഭത്തിൽ പേറുക ആത്മാവിൽ. ഹല്ലേലൂയ. അത് ഡിസംബറിൽ തുടങ്ങിയതാ പ്രാർത്ഥന, സെപ്റ്റംബറിൽ കഴിയും. സെപ്റ്റംബർ 3, 4, 5 തീയതികളിലെ ഹല്ലേലൂയ കൺവെൻഷൻ നടക്കുന്നു. വിശ്വാസത്തോടു കൂടെ മാത്രം കാണുന്നു. ഐ ഹാവ് നത്തിങ് ഇൻ മൈ ഹാൻഡ്, ബട്ട് ഐ നോ പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്. കർത്താവ് ആരംഭിച്ചത് അത് പൂർത്തീകരിക്കാൻ 42 വർഷങ്ങളെടുത്തു. എന്നാൽ എനിക്ക് നിങ്ങൾ എല്ലാവരും എന്നോടൊപ്പം നിൽക്കണം പ്രാർത്ഥനയിൽ. ഓക്കെ, താങ്ക് യു സോ മച്ച്. പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട നല്ല സാക്ഷ്യത്തിനായി സ്തോത്രം. കർത്താവിന്റെ ദാസിയെ ശക്തമായി ഉപയോഗിക്കുന്നതോർത്ത് സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട പ്രാർത്ഥനയുടെ ഉത്തരത്തിന്റെ സാക്ഷിയൊക്കെ കേൾക്കുവാൻ ദൈവം നമ്മെ സഹായിച്ചുവല്ലോ. ഇന്ന് രാത്രിയിൽ ആരെങ്കിലും ഭാരത്തോടെ പ്രയാസത്തോടെ ആയിരുന്നവൻ ഉണ്ടെങ്കിൽ അവർക്ക് ഇന്നത്തെ ഈ സാക്ഷ്യം ഏറ്റവും പ്രചോദനമായി തീരും എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ദൈവം സഹായിക്കട്ടെ. തുടർന്ന് പ്രിയ സിസ്റ്റർ ജെസ്സി ഒരു പാട്ട് പാടുന്നതായിരിക്കും. ചെറിയ ഒരു പാട്ട് പാടിക്കാണ്. Praise the Lord. Praise the Lord. സൂമിലായിരിക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കും പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവന്ദനത്തെ ആദ്യമായി അറിയിക്കുന്നു. യേശുവിൻ പാതയതിൽ ഇടറിടാതോടിടാം എന്നുള്ളൊരു മലയാളം പാട്ട് പാടുവാൻ ആഗ്രഹിക്കുന്നു. യേശുവിൻ പാതയതിൽ ഇടറിടാതോടിടാം, യേശുവിൻ പാതയതിൽ പതറിടാതോടിടാം, ഇടറിടാതോടിടാം, പതറിടാതോടിടാം, ഇടറിടാതോടിടാം, പതറിടാതോടിടാം, യേശുവിൻ പാതയതിൽ ഇടറിടാതോടിടാം. ക്രൂശുമെടുത്തെന്നെ അനുഗമിപ്പീൻ, യേശു താനോതി അവരോട്. ക്രൂശുമെടുത്തെന്നെ അനുഗമിപ്പീൻ, യേശു താനോതി അവരോട്. ക്രൂശുമായി കാൽവരി മല കയറി ക്ലേശിച്ച യേശുവിൻ പാതയതിൽ ഇടറിടാതോടിടാം, പതറിടാതോടിടാം, ഇടറിടാതോടിടാം, പതറിടാതോടിടാം,
യേശുവിൻ പാതയതിൽ ഇടറിടാതോടിടാം. യേശുവിൻ പാതയതിൽ പതറിടാതോടിടാം. ഗമിച്ചിടുവിൻ എൻ പിന്നാലെ, യേശുതാനോദി അവരോട്, സകലവും വെടിഞ്ഞെന്നെ അനുഗമിച്ച സകലേശനേശുവിൻ പാതയതിൽ, സകലവും വെടിഞ്ഞെന്നെ അനുഗമിച്ച സകലേശനേശുവിൻ പാതയതിൽ ഇടറിടാതോടിടാം. പതറിടാതോടിടാം. ഇടറിടാതോടിടാം. പതറിടാതോടിടാം. യേശുവിൻ പാതയതിൽ ഇടറിടാതോടിടാം. യേശുവിൻ പാതയതിൽ പതറിടാതോടിടാം. ആമേൻ. സമയം നൽകി തന്ന ലാലു പാസ്റ്ററോട് പ്രത്യേക സ്നേഹവും നന്ദി അറിയിക്കുന്നു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു. ദൈവം സഹായിക്കട്ടെ. നമ്മുടെ അനേക പ്രിയപ്പെട്ടവർ നല്ല പാട്ടുകാരൊക്കെ ഉണ്ട്. അവരെയൊക്കെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നിങ്ങളൊക്കെ പാടുവാനായിട്ട് കഴിവൊക്കെ ദൈവം തന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പാടുവാനൊക്കെ മുമ്പോട്ട് വരണം. ഞാൻ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ അനേക വർഷിപ്പ് ലീഡേഴ്സിനെയൊക്കെ വിളിക്കുമായിരുന്നു. അത് വെറുതെ സമയമൊക്കെ കളഞ്ഞ് നമ്മുടെ കൂടെ തന്നെ നല്ല പാട്ടുകാരുള്ളപ്പോൾ വെറുതെ എന്തിനാണെന്ന് ഓർത്താണ് അത് ചെയ്യാതിരിക്കുന്നത്. നിങ്ങളെല്ലാവരും സഹകരിക്കുക. ദൈവം സഹായിക്കട്ടെ. നമ്മോടൊപ്പം പ്രിയ സിസ്റ്റർ ഓമന ആൻറ്റി നമ്മോടൊപ്പം ഉണ്ട്. കുറച്ച് മിനിറ്റ് കർത്താവിൻ്റെ ദാസി തൻ്റെ അനുഭവങ്ങളും ഒക്കെ ഷെയർ ചെയ്യും. പ്രിയ ഓമന വർഗീസ് ആൻറ്റി, പ്ലീസ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം. ഇന്നത്തെ ഈ രാത്രികാലം ഒരുമിച്ച് പല സ്ഥലങ്ങളിൽ നിന്ന്, പല ടൈം സോണിൽ നിന്ന് നമുക്ക് ബൈബിൾ കോളേജിലെ ഈ ചാപ്പൽ സർവീസിൽ കടന്നു വരുവാൻ ദൈവം ഒരുക്കിയ അവസരത്തിനായി ആദ്യം നമുക്ക് നമ്മുടെ കർത്താവിന് നന്ദി പറയാം. നമ്മളെ ഒരുക്കി കൊണ്ടുവന്ന ദൈവമാണ്. ലാലു സാർ പറഞ്ഞ പോലെ കൂടെ ജോലി ചെയ്ത പ്രിയപ്പെട്ടവൻ ഇന്ന് ഒരു മോർച്ചറിയിൽ വിശ്രമിക്കുന്നു. എന്നാൽ നമുക്ക് ജീവൻ തന്ന രക്ഷകൻ, നമ്മെ വീണ്ടെടുത്ത കർത്താവ് ഇന്ന് നമ്മളോട് കൂടെ ഉണ്ട്. അനേക സാക്ഷ്യങ്ങള്, ആ ദൈവദാസിയുടെ സാക്ഷ്യങ്ങൾ കേട്ടല്ലോ. നമുക്ക് ഓരോരുത്തർക്കും സാക്ഷ്യവും വചനവും ഉണ്ടായിരിക്കണം. ഈ ലോകത്ത് നമുക്ക് വചനമില്ലെങ്കിൽ, സാക്ഷ്യമില്ലെങ്കിൽ നമുക്ക് ജീവിപ്പാൻ കഴിയത്തില്ല. ഇന്ന് പകൽക്കാലം എനിക്ക് സമയം ഒരുക്കി തന്ന പ്രിയ ലാലു സാറിനോടും ഷാജി സാറിനോടും ഉള്ള അകമഴിഞ്ഞ സ്നേഹം ഞാൻ ഇവിടെ അർപ്പിക്കുന്നു. ഇന്ന് ഈ സന്ധ്യയുടെ വേളയിൽ അല്പവചനവും സാക്ഷ്യവുമായി നിൽക്കുവാൻ എൻ്റെ ദൈവത്തിന്റെ കരങ്ങളിൽ എന്നെ തന്നെ ഏൽപ്പിക്കുന്നു. അതിനായി ഞാൻ എടുത്ത വചനം ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം. അതിൽ ചില വാക്യങ്ങൾ ഞാൻ തന്നെ വായിക്കാം. അവൻ ഗന്നസരേത്ത് തടാകത്തിന്റെ കരയിൽ നിൽക്കുമ്പോൾ പുരുഷാരം ദൈവവചനം കേൾക്കേണ്ടതിന് അവനെ തിക്കിക്കൊണ്ടിരിക്കെ 2 പടക് കരയ്ക്ക് അടുത്ത് നിൽക്കുന്നത് അവൻ കണ്ടു. അവയിൽ നിന്ന് മീൻപിടിക്കക്കാർ ഇറങ്ങി വല കഴുകുകയായിരുന്നു. ആ പടകുകളിൽ ശിമോനുള്ളതായ ഒന്നിൽ അവൻ കയറി. കരയിൽ നിന്ന് അല്പം നീക്കണം എന്ന് അവനോട് അപേക്ഷിച്ചു. അങ്ങനെ അവൻ പടകിലിരുന്ന് പുരുഷാരത്തെ ഉപദേശിച്ച് സംസാരിച്ചു തീർന്നപ്പോൾ അവൻ ശിമോനോട് ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വലയിറക്കുവീനെന്ന് പറഞ്ഞു. അതിന് ശിമോൻ, നാഥാ, ഞങ്ങൾ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടിയില്ല, എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാമെന്ന് ഉത്തരം പറഞ്ഞു. അവൻ അങ്ങനെ ചെയ്തപ്പോൾ പെരുത്ത മീൻകൂട്ടം അകപ്പെട്ട് വല കീറാറായി. അവൻ മറ്റേ പടകിലുള്ള കൂട്ടാളികളെ വന്ന് സഹായിപ്പാൻ അവരെ കൂടെ മാടി വിളിച്ചു. അവർ വന്നു പടക് 2 മുങ്ങുമാറാവോളം നിറച്ചു. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം. നമ്മൾ കേട്ട സാക്ഷ്യം കേട്ടല്ലോ. ശൂന്യത. എവിടെ ശൂന്യതയുണ്ടോ അവിടെ ദൈവത്തിന് പ്രവർത്തിപ്പാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, നമ്മൾ യഥാർത്ഥത്തിൽ ദൈവ മക്കളായി തന്നെ നിന്നാ മതി. ഇന്ന് പെന്തക്കോസ് ഗോളത്തിലെ പെന്തക്കോസ് എന്ന് പറയുന്നതിന് അകത്തൊരു പെന്തക്കോസ് ഉണ്ട്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ദൈവം നമ്മളെ നടത്തും. പ്രിയപ്പെട്ടവരെ, വഴിയിൽ ഇറക്കിയെങ്കിൽ വഴിമത്തെ ഇട്ടേച്ച് പോകുന്നവനല്ല നമ്മുടെ ദൈവം. ശൂന്യതകളെ പണിയുന്ന ദൈവമാ. ആ ശൂന്യതയില് കൂടെ ഇരിക്കാമെന്ന് പറഞ്ഞ കർത്താവ് നമ്മളോട് കൂടെയുള്ളത്.
വചനത്തിനോടൊപ്പം ആമേൻ ഞാൻ എന്റെ സാക്ഷ്യവും ഞാൻ പറഞ്ഞുകൊള്ളാം. ആമേൻ 25 വർഷങ്ങൾക്ക് മുമ്പ് ആമേൻ മാർത്തോമ ബാക്ക്ഗ്രൗണ്ടിൽ ആമേൻ ഞാൻ ആയിരുന്ന എന്നെ ആമേൻ എന്റെ കർത്താവ് വിളിച്ചു വേർതിരിച്ച് ആമേൻ അല്ലെങ്കിൽ പെന്തക്കോസ്ത് അനുഭവത്തിൽ കൊണ്ടുവന്നാക്കിയിരിക്കുക. ഹല്ലേലൂയ, നന്ദിയോടെ സ്തോത്രം. മാർത്തോമയിൽ നിന്ന് ഞാൻ പോന്നപ്പോൾ ആമേൻ അല്ലെങ്കിൽ അവിടെ ഉള്ളവരെല്ലാം ആമേൻ നിരാശപ്പെട്ടു. ആമേൻ അവിടെ ഒരു കൺവെൻഷൻ ഉണ്ടായാൽ പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ ആമേൻ ഓമന വർഗീസ് മാത്രം, പള്ളിയിലെ ആമേൻ എന്തിനും ഏത് കാര്യത്തിനും ഓമന വർഗീസ് മാത്രം. ആമേൻ അല്ലെങ്കിൽ ആ സഹോദരിമാരുടെ മീറ്റിങ്ങിന് സെക്രട്ടറി ആയിട്ട് ഞാൻ ആമേൻ അങ്ങനെ സകലതും തെരഞ്ഞെടുത്തപ്പോഴാണ് ആമേൻ പാദപീഠത്തിലിരുന്ന് ഈ വചനം വായിക്കുവാൻ ഞാൻ ഒരുങ്ങി. ആമേൻ അപ്പോൾ ആ ദൈവത്തോട് ചോദിച്ചു, ഈ പള്ളിയിൽ പോയി ഈ പുസ്തകം എന്ന് നൂർത്ത് ആമേൻ എന്നും ഒന്ന് തന്നെ വായിച്ചുകൊണ്ടിരിക്കുന്നു, ആമേൻ ഇതാണോ ആമേൻ സത്യമെന്ന് ആമേൻ ദൈവത്തോട് ചോദിച്ചു കൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കെ ആമേൻ ഹല്ലേലൂയ എന്റെ പ്രിയപ്പെട്ടവനോട് ഞാൻ പറഞ്ഞു, എനിക്ക് സ്നാനം ആവശ്യമാണെന്ന്. ആമേൻ എന്നാല് ആമേൻ ഹല്ലേലൂയ ഞാൻ സ്നാനപ്പെടുവാൻ ഒരുങ്ങി. എന്നെ ഒരു ദൈവദാസൻ ആമേൻ സ്നാനപ്പെടുത്തി. ആമേൻ അവിടെ നിന്ന് ഞാൻ കടന്നു വന്നു. ആമേൻ ഞാൻ പിന്നെ മാർത്തോമ പള്ളിയിൽ പോയിട്ടില്ല. നെഗര് ചോദിക്കുവാൻ തുടങ്ങി എന്താണ് വരാത്തതെന്ന്. ആമേൻ ഞാൻ എന്റെ ആഭരണം ഊരി മാറ്റി. ആമേൻ ഹല്ലേലൂയ. അപ്പോൾ കുറെ കഴിഞ്ഞപ്പോൾ എന്റെ പ്രിയപ്പെട്ടവൻ എന്നോട് ചോദിച്ചു, നീ അവിടെ പോകുന്നുണ്ട് ആരാധനയ്ക്ക്, ഞാൻ എവിടെ പോകും, ഞാൻ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അച്ഛാന്റെ അനുവാദമാ എന്ത് ചെയ്യണമെന്ന്. ഞാനൊന്നും പറയത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെ എന്റെ ഹസ്ബൻഡും എന്റെ മൂത്ത മോൻ പ്രിൻസും ആമേൻ ഹല്ലേലൂയ അവന്റെ ഭാര്യയും കൂടി സ്നാനപ്പെടുവാൻ ഇടയായി. അങ്ങനെ ആമേൻ ഹല്ലേലൂയ ഞാനും ഹസ്ബൻഡും മൂത്ത മോനും കുടുംബവും ആമേൻ ദൈവത്തിന്റെ ആമേൻ ഈ പാതയിൽ കടന്നു വന്നു. പ്രിയപ്പെട്ടവരെ, സ്നാനപ്പെട്ട് കഴിഞ്ഞ് നമുക്ക് പ്രതികൂലമില്ലെന്നല്ല, പ്രതിസന്ധി ഇല്ലെന്നല്ല, പ്രതികൂലം കൂടത്തേ ഉള്ളൂ. എന്നാ ദൈവം നമ്മുടെ ശോധന ചെയ്യുക. ആമേൻ ഹല്ലേലൂയ. ദൈവമേ, അവിടുന്ന് നമ്മളെ വിളിക്കുന്നത് വരെ നമുക്കിവിടെ കഷ്ടതയുണ്ട്, ഇവിടെ പ്രതിസന്ധിയുണ്ട്, പ്രതികൂലമുണ്ട്. അതിനെ വഹിക്കുവാൻ ദൈവം നമുക്ക് കൃപ തന്നാൽ മാത്രം മതി. അത് നമ്മുടെ കർത്താവിനോട് ചോദിച്ചാൽ മതിയെന്ന് ദൈവം നിർത്തും. ആമേൻ ഹല്ലേലൂയ. പെന്തക്കോസ്തുകാരെന്ന് അഭിനയിക്കുന്നവരെ ആമേൻ അനേകര് ആമേൻ ഈ കോളത്തിലുണ്ട്. എന്നാൽ ആമേൻ ഹല്ലേലൂയ പെന്തക്കോസ് അഭിനയിക്കുന്നവരല്ല വേണ്ടിയത് കർത്താവിന്, അത് അനുഭവമാണ് ദൈവത്തിന് വേണ്ടിയത്. ഇന്ന് രാത്രികാലം ബൈബിൾ ക്ലാസ് ആയി പഠിക്കുവാൻ നമ്മളെ ഇവിടെ കൊണ്ടുവന്നെങ്കിൽ ആമേൻ വചനം നമ്മളെ ആമേൻ ബലപ്പെടുത്തും. ഹല്ലേലൂയ, നന്ദിയോടെ സ്തോത്രം. ഇങ്ങനെ ഞങ്ങൾ മുന്നോട്ട് പോയി. ആമേൻ ഞാൻ റാന്നിയിൽ ഉള്ള PC ചെറിയാൻ പാസ്റ്ററുടെ സഭയിലാണ് ഞാൻ അന്ന് കടന്നു ചെന്നത്. 25 വർഷമായി ആ ദൈവദാസന്റെ കൈക്കീഴിൽ ആമേൻ ഞാൻ താണിരിക്കുന്നു. ആമേൻ ഇപ്പോൾ റാന്നിയുടെ ആമേൻ ഹൃദയമാകുന്ന ഭാഗത്താണ് ഞങ്ങളുടെ ചർച്ച്. എന്നാൽ എന്റെ ആഗ്രഹം ഒന്ന് മാത്രമേ ഉള്ളൂ, ആ റാന്നി പട്ടണം പിടിച്ചെടുക്കണം. ഇത് മാത്രമാണ് ആഗ്രഹം. ആ റാന്നി പട്ടണത്തിനകത്ത് ഒത്തിരി മുടന്തരുണ്ട്, കുരുടരുണ്ട്. ആമേൻ റാന്നി പട്ടണം പിടിച്ചെടുക്കുക. ആമേൻ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്, ഉപവാസമുണ്ട്. ആമേൻ അല്ലെങ്കിൽ ഓൺ നൈറ്റ് പ്രയർ ഉണ്ട്. ഇതിനെല്ലാം ആമേൻ കടന്നു പോകാൻ ദൈവം എന്നെ സഹായിക്കുന്നു. ഇങ്ങനെ നാളുകൾ കഴിഞ്ഞു പോയപ്പോൾ കഴിഞ്ഞ വർഷം ജൂലൈ 3-ാം തീയതി എന്റെ പ്രിയപ്പെട്ടവൻ ആമേൻ ഈ ലോകത്തിൽ നിന്ന് കടന്നുപോയി നിത്യതയിൽ വിശ്രമിക്കുന്നു. ആമേൻ ഹല്ലേലൂയ. ഹസ്ബൻഡിന്റെ ആമേൻ മരണം കഴിഞ്ഞ് 2 മാസമായപ്പോൾ ആമേൻ പെട്ടെന്ന് എനിക്കൊരു ഓപ്പറേഷൻ വിധേയായി. ഞാൻ ആമേൻ ഹല്ലേലൂയ ഒരു ഹെർണിയയുടെ മേജർ ഓപ്പറേഷൻ. ആമേൻ ഞാൻ ഹസ്ബൻഡിനെ പിടിക്കുകയൊക്കെ ചെയ്തപ്പോൾ ആമേൻ വെയിറ്റ് ഒക്കെ ഇതായിട്ട് വന്നപ്പോൾ ആമേൻ ഹല്ലേലൂയ ഹെർണിയ ആമേൻ വളർന്നു വരുവാൻ ഇടയായി. അങ്ങനെ ഒരു ഓപ്പറേഷൻ വിധേയായി 3 മാസം ഞാൻ റെസ്റ്റ് എടുത്തു. 3 മാസം ഞാൻ എങ്ങനെ ഇരുന്നു എന്ന് എനിക്കറിയത്തില്ല. 3 മാസം കഴിഞ്ഞ് അന്ന് മുതൽ ജനുവരി മുതൽ ആമേൻ ഈ ദിവസം വരെ ഞാൻ ഓടുകയാണ് എന്റെ ദൈവത്തിന് വേണ്ടി. എല്ലാതും ചെയ്താൽ ദൈവത്തിന് വേണ്ടി മാത്രം. ആമേൻ ഹല്ലേലൂയ. ഞാൻ ഇവിടെ ഈ വചനം കൂടെ പറഞ്ഞു കൊള്ളട്ടെ. ഗന്നസരേത്ത് തടാകത്തിന്റെ ആമേൻ കരയിൽ നിൽക്കുമ്പോൾ പുരുഷാര് ദൈവവചനം കേൾക്കുവാന് ആമേൻ കർത്താവിനെ തിക്കിക്കൊണ്ടിരിക്കുകയാണ്. ആമേൻ തിക്കിക്കൊണ്ടിരിക്കുമ്പോൾ കർത്താവിന്റെ കണ്ണ് ആമേൻ ഇങ്ങനെ ഊടാടി സഞ്ചരിക്കും. നമ്മളെ ഒക്കെ നോക്കി ആമേൻ കർത്താവ് നമ്മളെ ആമേൻ വാച്ച് ചെയ്യുമെന്ന്. ഇവൻ എങ്ങനെയാണ് പോകുന്നത്, ഇവിടെ റൂട്ട് ഏതാണ്, ആമേൻ ഏത് റൂട്ടിൽ കൂടിയാണ് യാത്ര ചെയ്യുന്നതെന്നൊക്കെ നോക്കും. എന്നാൽ ദൈവം ആമേൻ ഹല്ലേലൂയ അവിടെ പുരുഷാരം തിക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആമേൻ ദൈവവചനം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ആമേൻ ഹല്ലേലൂയ 2 പടക് കരയ്ക്ക് അടുക്കുന്നതായിട്ട് കണ്ടു. ആമേൻ ഹല്ലേലൂയ. ശിമോൻ പത്രോസ് ആമേൻ ദൈവദാസി ആമേൻ ശൂന്യതയെ പറ്റി പറഞ്ഞു. ആമേൻ രാത്രി മുഴുവനും ആമേൻ ആ പടവ് കൊണ്ട് ആമേൻ വല കൊണ്ട് ആമേൻ മീൻപിടുത്തത്തിന് വല വീശുമായിരുന്നു. അവിടെ
അവിടെ എവിടെയൊക്കെ മീൻ കിട്ടുമെന്ന് ആമേൻ ശിമോൻ പത്രോസിന് അറിയാം. അവിടെയൊക്കെ വലയിട്ടു. ആമേൻ എങ്ങും മീൻ കിട്ടിയില്ല. ആമേൻ അല്ലല്ലേ കർത്താവ് കണ്ടു. ഇവരെ പടക് കരയ്ക്ക് അടുപ്പിച്ചിട്ട് ഈ വല കഴുകി വൃത്തിയാക്കി വെച്ചിട്ട് ഇവര് പോകുവാനിരിക്കുക. ഇവരുടെ ഭവനത്തില് ആമേൻ മത്സ്യം കൊണ്ടുവന്നിട്ട് അത് വേവിച്ച് കൊടുക്കുവാൻ ആമേൻ ഭാര്യയും മക്കളും ഇരിക്കുക. എന്നാല് ആമേൻ നിരാശയോടെ ശിമോൻ പത്രോസ് വല മടക്കിക്കോ കഴുകുവാനായി തീരുമാനിച്ചപ്പോൾ എന്റെ സ്വർഗത്തിലെ ദൈവം ആമേൻ ശിമോൻ പത്രോസിനോട് പറഞ്ഞു, ആമേൻ നീ കരയ്ക്ക് നിന്ന് അല്പം മുന്നോട്ട് നീക്കുക. ആമേൻ ഹല്ലേലൂയ. ആ ദൈവത്തിന്റെ വാക്ക് കേട്ടിട്ട് ആമേൻ കരയ്ക്ക് അല്പം ആമേൻ ശിമോൻ പത്രോസ് ആമേൻ പടക് നീക്കിക്കൊടുത്തു. എന്നാൽ ആ ശിമോൻ പത്രോസിന്റെ പടകിൽ എന്റെ യേശു കയറി. ആമേൻ പ്രിയപ്പെട്ടവരെ, നമ്മുടെ പടകിൽ യേശുവുണ്ടോ എന്ന് നിമിഷം തോറും ആമേൻ ഹല്ലേലൂയ മണിക്കൂർ തോറും നമ്മള് ആമേൻ വിലയിരുത്തണം. യേശു പടകിലുണ്ടോ? ആമേൻ ഹല്ലേലൂയ. ഒരു നാൾ പടക് ആമേൻ മുങ്ങുമാറായി വെള്ളം കയറി. ഗുരു, ഞങ്ങൾ നശിക്കുന്നതിന് വിചാരമില്ലയോ എന്ന് ചോദിച്ച് ദൈവത്തെ തൊട്ടുണർത്തിയ ആമേൻ ശിഷ്യന്മാരാ അവര് പോലും പേടിച്ചു പോയി. ദൈവം നമ്മുടെ പടകിലുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവര് നമുക്കൊന്നും ഭാരപ്പെടേണ്ടാന്ന്, നമുക്കൊന്നും പ്രയാസപ്പെടേണ്ടാന്ന്. ദൈവം നമ്മളെ കരുതും. ആമേൻ ദൈവം നമ്മളെ വഹിക്കും. ദൈവം നമ്മളെ മുന്നോട്ട് വഴി നടത്തുമെന്ന് നമ്മൾ ഒന്നും ഭാരപ്പെടേണ്ട. ശിമോൻ പത്രോസിനോട് പറയുകയാണ് ആമേൻ ഹല്ലേലൂയ അല്പം മുന്നോട്ട് നീക്കി ആമേൻ പടക് ആമേൻ നീക്കിക്കൊടുത്തപ്പോൾ അതിൽ നിന്ന് കർത്താവ് സുവിശേഷം അറിയിക്കുകയാണ്. ആമേൻ ഹല്ലേലൂയ. ആ സുവിശേഷം അറിയിച്ചപ്പോഴാണ് അതിന്റെ നടുവിലാണ് ശിമോൻ പത്രോസിനോട് പറയുന്നത്, ആമേൻ നീ ആഴത്തിലേക്ക് വലയിറക്കുക. ആമേൻ ഞാൻ വിചാരിക്കുന്നു ശിമോൻ ആമേൻ അവന്റെ ആ എടുത്തിയാട്ടത്തിന്റെ മധ്യത്തില് പലപ്പം പറഞ്ഞു കാണുമായിരിക്കും, വല്ല പണി പോയി നോക്കെ. ആമേൻ ഞാൻ അവിടെ എല്ലാം പോയിട്ട് കറങ്ങി വന്നതാണ്. രാത്രി മുഴുവനും അധ്വാനിച്ചു, ഒരു മാനത്തും കണ്ണിയെ പോലും കിട്ടിയില്ല. ഇനി ഞാൻ അവിടെ വീശാനോ എന്ന് ചോദിക്കുമായിരുന്നു. പക്ഷെ ചോദിച്ചില്ല. ആമേൻ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല എന്ന് ദൈവത്തോട് മറുപടി പറഞ്ഞു. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം. എങ്കിലും ആമേൻ ഹല്ലേലൂയ ശിമോൻ പത്രോസ് പറഞ്ഞു, കർത്താവിന്റെ വാക്കല്ലേ, കർത്താവിന്റെ വാക്കനുസരിച്ച് ആമേൻ ഞാൻ വലയിറക്കാം. ആമേൻ ഹല്ലേലൂയ. ആ ആഴത്തിലേക്ക് വലയിറക്കി. ആമേൻ ഹല്ലേലൂയ. നമ്മളെ ദൈവത്തെ അനുസരിച്ച് മുന്നോട്ട് ഇറങ്ങിയാൽ ദൈവം നമ്മളെ മാനിക്കും, ദൈവം നമ്മളെ സഹായിക്കും, ദൈവം നമ്മളെ ശക്തീകരിക്കും. ആപത്തുകൾ അനർത്ഥങ്ങൾ വരാവുന്ന സ്ഥാനത്ത് ദൈവം നമ്മളെ സൂക്ഷിക്കുമെന്ന്. ആമേൻ ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം. ദൈവത്തിന്റെ കരങ്ങളിലോട്ട് നമ്മൾ ഏൽപ്പിച്ചു കൊടുത്താൽ മതി. ആമേൻ നമ്മൾ ഇന്ന് ബൈബിൾ ക്ലാസ് പഠിക്കാൻ ഇവിടെ വന്നെങ്കിൽ ആമേൻ നമ്മളെ അറിയുന്ന ഒരു ദൈവമാണ് നമ്മുടെ മുമ്പിലുള്ളത്. ആമേൻ ഹല്ലേലൂയ. എന്റെ മോനാണ് ആമേൻ കഴിഞ്ഞ വർഷം ബൈബിൾ ക്ലാസ് പഠിച്ച് ആമേൻ ഹല്ലേലൂയ സർട്ടിഫിക്കറ്റിന് വേണ്ടി എന്നോട് വിളിച്ചു പറഞ്ഞു, അകപ്പ ബൈബിൾ കോളേജിൽ മമ്മി പോയി ആ സർട്ടിഫിക്കറ്റ് മേടിക്കണമെന്ന്. എനിക്ക് വഴി അറിയത്തില്ല. അവനെല്ലാം അത് ഇട്ടു തന്നു. ആമേൻ അങ്ങനെ ഞാൻ അവിടെ ഒന്ന് പോകുവാൻ തീരുമാനിച്ചു. എന്നോട് പറഞ്ഞു, ആമേൻ ഹല്ലേലൂയ ഖത്തറിലാണ് ലാലു പാസ്റ്റർ, ഞാൻ ലാലു പാസ്റ്ററോടെല്ലാം പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ ആ അഗോപ്പ ചർച്ചിലെ ഫ്രണ്ടിൽ ചെന്ന് ആമേൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഞാൻ ചെന്ന് ചോദിക്കുകയാണ്, ആമേൻ ഖത്തറിൽ നിന്നൊരു ലാലു പാസ്റ്റർ ഇവിടെ വന്നിട്ടുണ്ടെന്ന് കാണിച്ചു തരാമോ എന്ന്. പ്രിയപ്പെട്ടവരെ, ഞാൻ ചോദിച്ചത് ആരോടാ? ഞാൻ ലാലു പാസ്റ്ററോടാ ചെന്ന് ചോദിക്കുന്നത്. ലാലു പാസ്റ്റർ പറഞ്ഞു ഞാൻ ആളെന്ന് പറഞ്ഞു. അവിടെയും ദൈവം എന്നെ ലജ്ജിപ്പിച്ചില്ല. ആമേൻ. അപ്പോൾ ദൈവത്തിന് ഞാൻ നന്ദി പറഞ്ഞു. ദൈവം ആഗ്രഹിച്ചിട്ടാണ് അവിടെ കൊണ്ടുവന്നത്. എന്നാൽ ലാലു പാസ്റ്റർ പറഞ്ഞു, ആമേൻ ഹല്ലേലൂയ പ്രിൻസിന്റെ മമ്മിയാണെന്ന് പറഞ്ഞപ്പോ ഒരു ഗൗൺ ഇട്ട് കൊണ്ടുവന്നിരിക്കെ സർട്ടിഫിക്കറ്റ് മേടിക്കാൻ. ആമേൻ ഞാൻ അങ്ങനെ പോയിരുന്നു. അപ്പോ ദൈവാത്മാവിനോട് ഇടപെടുവാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, ആമേൻ എന്റെ മോന്റെ സർട്ടിഫിക്കറ്റ് മേടിക്കുവാൻ ആമേൻ ഞാൻ വന്നു. ഞാൻ അത് മേടിക്കുവാണോ? ആമേൻ ഹല്ലേലൂയ. അവൻ എന്നോട് പറഞ്ഞു, മമ്മിക്ക് ഈ സാഹചര്യം ദൈവം ഒരുക്കി തന്നല്ലോ. അപ്പൊ ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവ് എനിക്ക് പഠിച്ച് ആമേൻ ഹല്ലേലൂയ ഇവിടെ വന്ന് സർട്ടിഫിക്കറ്റ് മേടിക്കണമെന്ന് ഞാൻ ജീവിതത്തിൽ ഒരു തീരുമാനം അന്നെടുത്തു. ഞാൻ ഇവനോട് ചോദിച്ചു, എടാ എനിക്ക് ഈ പ്രായമായി, ആമേൻ ഈ പ്രായമായപ്പോൾ പഠിക്കാൻ പറ്റുമോ? ലാലു പാസ്റ്ററോട് നീ എന്നെ ചോദിക്കാമോ? ആമേൻ ഹല്ലേലൂയ. അവൻ പറഞ്ഞു, മമ്മിക്ക് ഏറെ ധൈര്യമായിട്ട് ഒരു കുഴപ്പവും ഇല്ലെന്ന്. ആമേൻ ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം. ദൈവത്തിന്റെ പ്രായം വിഷയമല്ല പ്രിയപ്പെട്ടവരെ. ഏത് പ്രായത്തിലായാലും ദൈവം എടുത്തുപയോഗിക്കുവാൻ നമ്മെ കൊണ്ട് കഴിയും. ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ നമ്മൾ വിട്ടുകൊടുത്താൽ മതി. ദൈവം നമ്മളെ എടുത്ത് ഉപയോഗിക്കുമെന്ന് ആമേൻ ഇന്നയോളം നടത്തുന്ന ദൈവമാണ് മേലിൽ നടത്തുവാൻ ശക്തിയുള്ളത്. അങ്ങനെ ഞാൻ ആമേൻ ഇത് പഠിക്കുവാനായി തീരുമാനമെടുത്ത് ആമേൻ ഇല്ലല്ലേ ഇരിക്കുന്നത്. പലപ്പോഴും ഓർമ്മ കിട്ടത്തില്ല. പ്രായത്തിന്റെ ഇത് കൊണ്ടായിരിക്കുമെന്ന് ഞാൻ ചിന്തിച്ചു. എന്നാലും ഞാൻ ദൈവത്തോട് പറയും, പഠിക്കുന്ന പാഠങ്ങൾ മനസ്സിലാക്കുക ഉള്ള കഴിവ് അപ്പൊ തരണമേ എന്ന് ആമേൻ ദൈവത്തോട് പ്രാർത്ഥിക്കും. ആമേൻ എവിടെ ശൂന്യതയുണ്ടോ ശൂന്യതയെ വീട്ടുവാനാണ് ആമേൻ നമ്മുടെ പ്രാണപ്രിയൻ ആമേൻ ഹല്ലേലൂയ ഇന്നും ആമേൻ ഉയരത്തിൽ ജീവിക്കുന്നത്. ആമേൻ ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. രാത്രി അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടിയില്ല, എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാം എന്ന് ഉത്തരം പറഞ്ഞു. അവർ അങ്ങനെ ചെയ്തപ്പോൾ പെരുത്ത
മീൻകൂട്ടം അകപ്പെട്ടു വല കീറാറായി. അവർ മറ്റേ പടകിലുള്ള കൂട്ടാളികളെ വന്ന് സഹായിപ്പാൻ അവരോട് മാടി വിളിച്ചു. അവർ വന്നു പടക് 2 മുങ്ങുമാറാകുവോളം നിറച്ചു. ശിമോൻ പത്രോസ് അത് കണ്ടിട്ട് യേശുവിന്റെ കാൽക്കൽ വീണു. നമുക്ക് ദൈവം ചെയ്ത് തരുന്നത് കണ്ടിട്ട് നമ്മൾ അപ്പയുടെ കാൽക്കൽ വീഴണമെന്ന്. കാൽക്കൽ വീണാല് ദൈവം നമ്മളെ രക്ഷിക്കുമെന്ന് എന്ത് പ്രയാസമുണ്ടെങ്കിലും കർത്താവിന്റെ പാദപീഠത്ത് നമ്മൾ കടന്നി എന്ന് പറഞ്ഞാൽ മതി. ഹല്ലേലൂയ. നമ്മുടെ ശബ്ദം കേൾക്കുക, നമ്മുടെ കണ്ണിൽ നിന്ന് വരുന്ന കണ്ണുനീര് തുടയ്ക്കുവാൻ കർത്താവുണ്ടെന്ന്. ആ കർത്താവ് നമ്മളെ വഴി നടത്തു. ഹല്ലേലൂയ. അടുത്ത പടകിനെ കൂടി ശിമോൻ പത്രോസ് മാടി വിളിച്ചു. ഹല്ലേലൂയ. 2 പടവും കൂടെ കൊണ്ടുപോയി നിറച്ചു. ഹല്ലേലൂയ. എന്നിട്ട് യേശുവിന്റെ കാൽക്കൽ വീണ്, കർത്താവേ, ഞാൻ പാപിയായ മനുഷ്യനാകും, എന്നെ വിട്ടു പോകണമേ എന്ന് പറഞ്ഞു. അവർക്ക് ഉണ്ടായ മീൻപിടുത്തത്തിൽ അവനോട് കൂടെയുള്ള എല്ലാവർക്കും സംഭ്രമം പിടിച്ചിരുന്നു. ഇത്രയും വല കീറാറായി ഇത്രയും മീനെ കിട്ടിയപ്പോൾ അവർക്ക് വല്ല സംഭ്രമം ഉണ്ടായി. നമ്മളും നേരത്തെ നമ്മൾ ഇറങ്ങിയ പോലെ അല്ല, എന്നാൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അനേകർക്ക് സംഭ്രമം ഉണ്ടാകും. ഇവൾക്ക് എന്ത് പറ്റി നമുക്ക് എല്ലാവരും ഇതിൽ ആത്മഭ്രാന്താണ്. ആത്മാവിൽ കുതിച്ചുയരുക ആഗ്രഹിക്കുന്നെങ്കിൽ ദൈവം നമ്മളെ മുന്നോട്ട് വഴി നടത്തു. അതാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അവിടെ അതുകൊണ്ട് എന്നെ വിട്ടുപോകണമേ എന്ന് പറഞ്ഞു. അവർക്ക് മീൻപിടുത്തം അവനോട് കൂടെയുള്ള എല്ലാവർക്കും സംഭ്രമം പിടിച്ചിരുന്നു. ശിമോന്റെ കൂട്ടാളികളായ യാക്കോബ്, യോഹന്നാൻ എന്ന സെബദി മക്കൾക്കും ഔവണ്ണം തന്നെ യേശു ശിമോനോട് ഭയപ്പെടേണ്ട, അവൻ മീൻ പിടിക്കാനാണ് പോയത്. അല്ലല്ലേ? യേശു പറയുവാണ്, ശിമോനെ നീ ഭയപ്പെടേണ്ട, ഇന്ന് നീ മീനെ പിടിക്കാൻ പോയെങ്കിൽ ഞാൻ നിന്നെ മനുഷ്യനെ പിടിക്കുന്നവനാക്കുമെന്ന്. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം. നമ്മള് മനുഷ്യരെ പിടിക്കുന്നവരായി ദൈവത്തിന്റെ വേലക്കായി ഏൽപ്പിച്ചു കൊടുത്ത ദൈവം നമുക്ക് എല്ലാം നൽകി തരുമെന്ന്. പണം ഇല്ലയോ? എല്ലാവരും എന്തോ ഭാരം, നിന്റെ ഭാരം എന്റെ മേലിട്ടുകൊള്ളുക, ഞാൻ നിന്നെ പുലർത്താമെന്ന് അപ്പൻ വാക്ക് പറഞ്ഞിട്ടുണ്ടെന്ന് രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന വൃതന്മാരോട് കർത്താവിന് കരുണ തോന്നാതിരിക്കുമോ? പ്രതിക്രിയ ചെയ്ത് വിടുവിക്കുന്ന ഒരു ദൈവമാണെന്ന് നമ്മുടെ ദൈവം. ആ ദൈവം നമ്മെ കൈവിടത്തില്ല. ഹല്ലേലൂയ. ഇതിൽ സമയങ്ങൾ അധികം ഇല്ലല്ലോ. ഹല്ലേലൂയ. എന്നോട് ഇന്നലെ ലാലുപാസ് ചോദിച്ചു, സാക്ഷ്യവും വചനവും കൂടി പറയാമോ എന്ന്. അപ്പോൾ ഞാൻ ആരെന്നോട് പറഞ്ഞാലും ഞാൻ നോ എന്ന് പറയത്തില്ല. ഞാൻ തീരുമാനമെടുത്തു പറയാമെന്ന് ഞാൻ കർത്താവിനോട് ചോദിച്ചു. അപ്പോൾ എനിക്ക് ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായമാണ് തന്നത്. ഹല്ലേലൂയ. ഞാൻ വേറെ ഞാൻ എടുത്തു. എന്നാൽ എന്റെ കർത്താവ് എന്നോട് പറഞ്ഞു, ശൂന്യത പണിയുവാൻ എന്റെ ദൈവം വലിയവനാ. ആ ശൂന്യതയുള്ള ഭാഗത്ത് കർത്താവ് നമ്മുടെ വിടവ് നികത്തുമെന്ന്. എവിടെയാ ഭാരം? ഹല്ലേലൂയ. ഭാരത്തെ മാറ്റൂ. ഹല്ലേലൂയ. എനിക്ക് 2 കുഞ്ഞുങ്ങളാണുള്ളത്. മൂത്ത മോൻ ഖത്തറിലെ, ഇളയ മോൻ അബുദാബിയിലെ. എന്നാൽ അബുദാബിയിലുള്ള മോൻ ഇന്ന് വരെ ഹല്ലേലൂയ വിശ്വാസത്തിൽ വന്നിട്ടില്ല. അവന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്റെ ദൈവം പ്രവർത്തിക്കുമെന്ന്. എന്റെ ദൈവം പ്രവർത്തിക്കും. ഹല്ലേലൂയ. നാളുകള് ഇതിനെ കഴിഞ്ഞു പോയാലും ദൈവത്തിന്റെ പ്രവൃത്തി ഹല്ലേലൂയ നമുക്ക് കാണുവാൻ സാധിക്കും. അവൻ ജീവനുടെ തരുന്നവനാ. മരണത്തിലുള്ള നീക്കുപോക്ക് തരുന്നവനാ. ലാസറിനോട് പറഞ്ഞു, ലാസറെ പുറത്തു വരിക. പുറത്തു വന്നു. കെട്ടിയവര് വന്ന് അഴിച്ചപ്പോൾ ഹല്ലേലൂയ ലാസറെ പന്തിയിലിരുത്തി ശ്രേഷ്ഠ ഭോജനം കഴിച്ചെങ്കിൽ നമ്മളെ ദൈവം എത്രമാത്രം ഉയർത്തുവാൻ കഴിയും. ഈ ശിമോൻ പത്രോസ് മീൻ പിടിക്കാനായി കടന്നുപോയ സ്ഥാനത്ത് കർത്താവ് പറയുകയാണ്, ഇനി നീ മീൻ പിടിക്കുവാനുള്ളവനല്ല, നിന്നെ ഞാൻ മനുഷ്യനെ പിടിക്കുന്നവനാക്കുമെന്ന്. ഹല്ലേലൂയ. നമുക്ക് മുന്നോട്ട് വായിക്കുമ്പോൾ കാര്യങ്ങളൊക്കെ കാണുവാൻ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ശിമോൻ പത്രോസിനെ മാനിച്ച ദൈവം നമ്മളെ മാനിക്കുവാൻ ദൈവം ശക്തനാണെന്ന് എനിക്ക് പറയുവാനുള്ള ഒറ്റ പോയിന്റ് ഇതാണ്. നമ്മൾ ബൈബിൾ ക്ലാസ്സിൽ വന്നെങ്കിൽ നമ്മൾ അനേക ആത്മാക്കളെ നേടുന്നവരായി തീരണം. നമ്മൾ പഠിച്ച് ഇത് നമ്മള് ക്രിയ ചെയ്ത് പ്രവൃത്തിയിൽ കാണിച്ച് അനേക ഭവനങ്ങൾ കയറിയിറങ്ങി സുവിശേഷം പറഞ്ഞ് ആത്മാക്കളെ നേടുക ദൈവം നമ്മളെ സഹായിക്കണം. അതാണ് നമുക്ക് ഈ ബൈബിൾ ക്ലാസ്സിൽ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നത്. ആ ഒരുക്കി വെച്ചിരിക്കുന്നതിന് വേണ്ടി നമ്മൾ കാംക്ഷിച്ചാല് നമുക്ക് ദൈവം തരുമെന്ന്. ദൈവം നമുക്ക് തരും. ഹല്ലേലൂയ. ദൈവം നമ്മളെ നിറയ്ക്കും. ശിമോൻ പത്രോസിന്റെ വല നിറച്ചെങ്കിൽ നമ്മുടെ ഏത് ആവശ്യങ്ങളും നിറപ്പാൻ ദൈവ ശക്തിയുള്ളവനാ. ആ ദൈവകരങ്ങളിൽ നമ്മെ ഏൽപ്പിക്കാം. ബൈബിൾ ക്ലാസ് ആയി നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ ദൈവം അതിശയം നമ്മളിൽ പ്രവർത്തിക്കട്ടെ. അവൻ അത്ഭുത മന്ത്രിയാ. എന്റെ കർത്താവിന് പേരിട്ടേക്കും അത്ഭുത മന്ത്രി, ധീരനാം ദൈവം, നിത്യപിതാവ്. ഹല്ലേലൂയ. ആ കർത്താവാണ് നമ്മളെ മുന്നോട്ട് വഴി നടത്തുന്നത്. രോഗമായാലും ഭാരമായാലും ക്ഷീണമായാലും കടഭാരമായാലും വീട് ജപ്തി ചെയ്യാൻ വന്നാലും എല്ലാ
എല്ലാം ദൈവം നോക്കിക്കോളുവെന്ന്. ദൈവം അവിടെ പ്രവർത്തിക്കും. ദൈവ ശക്തന. ആമേൻ, ഹല്ലേലൂയ. എന്റെ 2 കുഞ്ഞുങ്ങളെ തീയിൽ നിന്നാണ് കർത്താവ് രക്ഷിച്ചത്. ഇളയമോൻ ജോലി ചെയ്യുന്നത് ഹോട്ടൽ മാനേജ്മെന്റ് അവൻ പഠിച്ച് അവിടെ പോയി. അവന്റെ ഹോട്ടലിന്റെ താഴത്തെ നില തീ കത്തി, അവിടുന്ന് ഓടി രക്ഷപ്പെട്ടു. പ്രിൻസിന് കഴിഞ്ഞ ദിവസം ഗ്യാസ് പ്ലാന്റ് തീ കത്തി. ദൈവം രക്ഷിച്ചു. ഹല്ലേലൂയ. കരയുന്നവരുടെ സന്തതികളെ ദൈവം മറന്നു കളകയില്ലെന്ന്. ദൈവം മറക്കുന്ന ദൈവമല്ല. നമ്മളെ ഓർക്കുന്ന ദൈവമാ. ദൈവത്തെ ഓർപ്പിക്കുന്നവരെ നിങ്ങൾ സ്വസ്ഥമായിരിക്കരുത്. ഹല്ലേലൂയ. യഥാസ്ഥാനപ്പെട്ട ദൈവത്തിങ്കിലേക്ക് മടങ്ങി വന്ന് നമ്മുടെ കാര്യങ്ങളെ ദൈവത്തോട് അർപ്പിക്കുന്നെങ്കിൽ ഹല്ലേലൂയ, ഈ ശിമോൻ പത്രോസിനെ പോലെ ഹല്ലേലൂയ മനുഷ്യനെ പിടിക്കുന്നവരാക്കി ഈ ബൈബിൾ ക്ലാസ്സിൽ നമുക്ക് വചനം നമുക്ക് തരുന്നെങ്കിൽ അത് നമ്മൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുത്ത് ഹല്ലേലൂയ നമുക്ക് ദൈവവേലയ്ക്കായി മൂല്യം കൂട്ടിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകുവാൻ ഹല്ലേലൂയ ഞാൻ ഹല്ലേലൂയ ആഗ്രഹിക്കുന്നു. ഇത്രത്തോളം സമയം ഒരുക്കി തന്ന ഹല്ലേലൂയ ലാലു പാസ്റ്ററോട് ഞാൻ നന്ദി അറിയിക്കുന്നു. ഷാജി പാസ്റ്ററോട് നന്ദി അറിയിക്കുന്നു. ഇത്രത്തോളം സമയം ഒരുക്കി തന്നല്ലോ. എനിക്ക് മുന്നോട്ട് പറയുവാൻ ഉണ്ട്. എന്നാലും നമ്മൾ സമയം തക്കത്തിൽ ഉപയോഗിക്കണമല്ലോ. ദൈവമക്കളുടെ ഒരു കാര്യം അതൊക്കെ ക്ലിയറാ. അതിനുവേണ്ടി ഞാൻ ഈ വചനങ്ങളാ ഞാൻ താടിയിരിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. മറാനാഥ. പ്രൈസ് ദി ലോർഡ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ ആന്റി ദൈവവചനം ശുശ്രൂഷിച്ചു. വളരെ സന്തോഷം. വളരെ ശക്തമായി കർത്താവിന്റെ വചനം പറയുവാൻ ദൈവം തന്നെ സഹായിക്കുന്നത് ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഇവരുടെയൊക്കെ ഈ ദൈവവചനം പഠിക്കുവാനുള്ള ഉത്സാഹം കാണുമ്പോൾ നമ്മുടെ അധ്വാനവും ഓട്ടവും ഒന്നും വൃഥ അല്ല എന്ന് അറിയുവാൻ ഇടയായിത്തീരുന്നു. അല്പം കഷ്ടത സഹിച്ചാലും സമയം. ഇപ്പം ഞാൻ ദോഹയിൽ ഒരു ഹോസ്പിറ്റൽ ജോലിയിലിരിക്കുക. സ്തോത്രം. ഈ സാഹചര്യത്തിലൊക്കെ ഞാൻ ഇതൊക്കെ ഈ സാഹചര്യത്തിൽ പല സ്ഥലത്ത് യാത്ര ചെയ്യുമ്പോഴും പല തിരക്കങ്ങളുടെ ഒക്കെ ഇടയ്ക്കാണ്. എങ്കിലും നമ്മുടെ അധ്വാനവും നമ്മുടെ ഉത്സാഹവും ഒന്നും വൃഥാവല്ല. ഇതുപോലുള്ളവരുടെ സാക്ഷിയൊക്കെ കേൾക്കുമ്പോൾ വളരെ സന്തോഷമുണ്ട്. സ്തോത്രം. പത്രോസ് ഹല്ലേലൂയ മീൻ നിറഞ്ഞതിലല്ല അവൻ സന്തോഷിച്ചത്, യേശുവിന്റെ മഹത്വം കണ്ടു. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ഇന്ന് രാത്രി യേശു പടകിൽ കയറുമ്പോൾ നമ്മുടെ ശൂന്യതകൾ മാറും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. അവൻ അത് പറഞ്ഞപ്പോൾ അവൻ ദൈവത്തിന് വേണ്ടി സമർപ്പിപ്പാനിടയായി തീർന്നു. കർത്താവിന്റെ ദാസിയുടെ വചനം ഒരു അനുഗ്രഹമായിരുന്നു. ദൈവം സഹായിക്കട്ടെ. ആർക്കെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടെങ്കിൽ നമുക്ക് പറയാം. സ്തോത്രം. ഹല്ലേലൂയ. ആർക്കെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങൾ, ഏതെങ്കിലും സാക്ഷ്യങ്ങൾ ചുരുക്കമായി പറയാനുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഓർപ്പിക്കുവാനുള്ള സമയമുണ്ട്. സ്തോത്രം. ദൈവം നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ. Praise the Lord. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. May the name of the Lord be glorified. This is Jake. ഇവിടെ ഡാലസിൽ നിന്ന്. എനിക്ക് ദൈവാത്മാവിന്റെ അകത്തൊരു തന്നൊരു വചനം, ഇന്നലെ രാത്രിയിൽ ഇടപെട്ട ഒരു വചനം ഞാൻ വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. Psalms chapter 86 verses 17. It says like this: show me a sign for good, that those who hate me may see it and be ashamed, because you, Lord, have helped me and comforted me. Show me a sign for good. നന്മയ്ക്കായ ഒരു അടയാളത്തെ കാണിക്കണേന്ന് ദാവീദ് പ്രാർത്ഥിക്കുന്നു. ഇറ്റ്സ് എ പ്രയർ ഓഫ് ഡേവിഡ്. ദാവീദ് തന്റെ ദൈവമായ യഹോവയോട് പ്രാർത്ഥിക്കുന്നു. He's asking for a clear, visible proof of his favor to silence divine rescue and personal comfort. So ദാവീദ് തന്റെ ദൈവമായ യഹോവയോട് പ്രാർത്ഥിക്കുക, കർത്താവേ എനിക്കൊരു അടയാളം തരണേ. അപ്പൊ നമുക്ക് ദാവീദിന്റെ ചരിത്രം അറിയാം. ഒരുപാട് ശത്രുക്കള് ദാവീദിന് ചുറ്റുമുണ്ടായിരുന്നു. എന്റെ ശത്രുക്കൾ ലജ്ജിക്കേണ്ടതിന് ദാവീദ് പ്രാർത്ഥിച്ചു. അപ്പൊ നമ്മൾ സങ്കീർത്തനം 30 പഠിക്കുമ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് കാണാൻ സാധിക്കും, ദാവീദ് വളരെ തന്റെ കഷ്ടതയിൽ താൻ ദൈവത്തോട് വിളിച്ച് അപേക്ഷിക്കുന്നു. യഹോവേ എനിക്ക് ഉത്തരമല്ലമേ. ഓ ലോർഡ് മൈ ഗോഡ്, ഐ ക്രൈ ടു യു. ഞാൻ നിലവിളിക്കുന്നു. ആൻഡ് യു ഹീൽ മീ. യു ബ്രോട്ട് മീ ഔട്ട് ഓഫ് എ ഹൊറബിൾ പിറ്റ്, എ ഗ്രേവ്, ആൻഡ് യു ഹാവ് കെപ്റ്റ് മീ അലൈവ്. അവന്റെ ജീവന് നേരെ, അവന്റെ പ്രാണന് നേരെ അവനെ ഇല്ലാതാക്കാൻ വേണ്ടി പിശാച് പല പദ്ധതികൾ വെക്കുന്നതായിട്ട് നമുക്ക് സങ്കീർത്തനം 30 വായിക്കുമ്പോൾ കാണാൻ പറ്റും. അവിടെ അവനെ പകയ്ക്കുന്നവർ അവനെതിരെ മന്ത്രിക്കുന്നു, അവനെ ഇല്ലാതാക്കാൻ നോക്കുന്നു. അതുപോലെ തന്നെ ശൗലും അവന്റെ കൂട്ടരും അവന് നേരെ കടന്നു വരുന്നു. അപ്പം പല സിറ്റുവേഷൻസ് ഓഫ് ലൈഫ്, ഡ്രൈനസ് ഇൻ ലൈഫ്, ജീവിതത്തിൽ ഒരു ഹോപ്പും ഇല്ലാത്ത ഒരു സാഹചര്യങ്ങൾ കൂടെ ഒക്കെ ദാവീദ് കടന്നു പോകുമ്പോൾ ദാവീദ് പ്രാർത്ഥിക്കുന്നു, കർത്താവേ നിന്ദിക്കുന്നവർ ലജ്ജിക്കുന്നതിന് നന്മയ്ക്കായി ഒരടയാളത്തെ തരണേ. ഇന്ന് നമുക്ക് എത്ര പേർക്ക് അത് പ്രാർത്ഥിക്കാൻ പറ്റും? നിന്ദിക്കുന്നവർ ലജ്ജിക്കേണ്ടതിന്
ഈ സൂമിൽ എന്നെ കേൾക്കുന്ന സഹോദരി സഹോദരന്മാരോട് എനിക്കിന്ന് പറയാനുള്ളത്, നിങ്ങൾ ആമേൻ എൻ്റെ കൂടെ ചേർന്ന് പ്രാർത്ഥിക്കുക. നിന്ദിക്കുന്നവർ ലജ്ജിക്കേണ്ടത് നന്മയ്ക്ക്. നിങ്ങളെ ഒരു പക്ഷേ ഒരുപാട് ആമേൻ ആളുകൾ ആമേൻ നിങ്ങളുടെ സാഹചര്യം നിമിത്തം, നിങ്ങളുടെ സാഹചര്യങ്ങൾ പലപ്പോഴും ദൈവത്തിനല്ലാതെ നിങ്ങളുടെ സാഹചര്യം ആർക്കും മനസ്സിലാക്കുവാൻ ഒരു പക്ഷെങ്കിൽ സാധിച്ചെന്ന് വരത്തില്ല. നമ്മൾ പല സിറ്റുവേഷൻസിൽ കൂടെ കടന്നു പോകുമ്പോൾ അതിൻ്റെയൊക്കെ അർത്ഥം, അതിൻ്റെ പിന്നിലെയൊക്കെ നന്മ നമ്മൾ ഒരിക്കലും ഒരു പക്ഷെങ്കിൽ നമുക്ക് അന്നേരം മനസ്സിലാക്കാൻ പറ്റിയെന്ന് വരത്തില്ല. പക്ഷെങ്കിൽ പിന്നീട് പല നാളുകൾ കഴിയുമ്പോൾ നമ്മൾ ആ പോയ സിറ്റുവേഷനെ കുറിച്ച് ദൈവം നമ്മളോട്, പക്ഷെ ഇതിൻ്റെ അകത്തെല്ലാം ദൈവം തരുന്നൊരു സമാധാനമുണ്ട്. സകല ബുദ്ധിയും കവിയുന്ന ദൈവിക സമാധാനം കൊണ്ട് നിങ്ങളുടെ എല്ലാ ഹൃദയത്തെ ദൈവം നിറയ്ക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എൻ്റെ ഫാദറിനെ ഓർത്ത് പ്രാർത്ഥിക്കുക. പുള്ളി വളരെ ഡിഫിക്കൽട്ട് സിറ്റുവേഷനിൽ കൂടെ കടന്നു പോകുന്നു. പുള്ളിക്കാരന് ഇരിക്കാനോ നടക്കാനോ കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ വളരെ പ്രയാസമുണ്ട്. പുള്ളിക്കാരനൊരു ക്യാൻസർ സർവൈവറാണ്. അപ്പം അദ്ദേഹം 2.5-3 വർഷമായിട്ട് അതിൻ്റെ ട്രീറ്റ്മെൻറ്റിൽ കൂടെ ഒക്കെ കടന്നു പോകുമായിരുന്നു. അപ്പോൾ അതിൻ്റെ റേഡിയേഷനും അതിൻ്റെ തെറപ്പിയും ഒക്കെ കാരണം ഹൈ ഓവർഡോസ് കൂടി പുള്ളിക്കാരൻ്റെ ശരീരം വളരെ വീക്കായിപ്പോയി. നിങ്ങളെല്ലാം പുള്ളിക്കാരനെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കണം. ദൈവത്തിൻ്റെ പദ്ധതി എന്താ നിങ്ങളുടെ കുടുംബത്തെക്കുറിച്ചുള്ളത് വെളിപ്പെടാൻ ഈ ദിവസങ്ങളെല്ലാവരും ഈ ഓൺലൈൻ ബൈബിൾ സൂം ക്ലാസ്സിൽ കൂടുന്ന എല്ലാ സ്റ്റുഡൻസും എല്ലാ വിദ്യാർത്ഥികളും ദൈവദാസന്മാരും ശക്തമായി ഞങ്ങൾക്ക് ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. എൻ്റെ സാക്ഷ്യത്തിൽ ഞാൻ ചുരുക്കുന്നു. ആമേൻ. പ്രൈസ് ലോർഡ്. ദൈവം സഹായിക്കട്ടെ. പ്രിയ ജെയ്ക്ക്, അദ്ദേഹം നമ്മുടെ ഷാജി പാസ്റ്ററുടെ ചർച്ചിലെ ഒരു ആക്റ്റീവ് മെമ്പറാണ്. കുടുംബം, അവർക്ക് കറുകച്ചാലിൽ ഒരു ദൈവസഭയുണ്ട്. അത് അഗാപ്പയുടെ രീതിയിലാണ് നടത്തുന്നത്. ദൈവം സഹായിക്കട്ടെ. പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അടുത്ത ഒരു 10 മിനിറ്റ് നമ്മുടെ മോഹൻ പുന്നൂസ് പാസ്റ്റർ നമ്മോടൊപ്പമുണ്ട്. അദ്ദേഹം അല്പസമയം ദൈവവചനം സംസാരിക്കും. മോഹൻ പുന്നൂസ് പാസ്റ്റർ. അൺമ്യൂട്ട് ചെയ്യണം പാസ്റ്റർ. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ മനോഹരമേറിയ രാത്രിയിൽ അഗാപ്പ ബൈബിൾ കോളേജിന്റെ ആഭിമുഖ്യത്തിൽ ഈ സൂം മീറ്റിലിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും, വിശേഷാല് ഈ മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്ന ലാലിസ് പാസ്റ്റർ, ഇതിന്റെ പ്രസിഡന്റ് ആയിരിക്കുന്ന ഷാജി പാസ്റ്റർ, മറ്റെല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്ന യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനങ്ങളെ രാത്രികാലം അറിയിക്കുന്നു. ദൈവം നമ്മെ ഏവരെയും ധാരാളം അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. വളരെ മനോഹരമേറിയ ഒരു ശനിയാഴ്ച രാത്രിയുടെ കാണാൻ കർത്താവ് നമുക്ക് സാവകാശങ്ങൾ നൽകുവാനിടയായിത്തീർന്നു. ഈ സൂം പ്ലാറ്റ്ഫോം എന്റെയും ജീവിതത്തിൽ വളരെ അനുഗ്രഹത്തിന് കാരണമായി തീർന്നിട്ടുണ്ട്. ഇന്ന് രാത്രിയിൽ നമുക്ക് ഒരുമിച്ച് ചിന്തിക്കുവാൻ തക്കവണ്ണം അന്ന് ഒരു വേദഭാഗം വായിപ്പാൻ ആഗ്രഹിക്കുന്നു. റോമർക്ക് എഴുതിയ ലേഖനം, അപ്പോസ്തലനായ പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യം. നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല. നമ്മിൽ വെളിപ്പെടുവാനിരിക്കുന്ന ദൈവത്തിന്റെ തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് റോമർക്ക് ലേഖനം എഴുതി അവരെ ഉറപ്പിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ജീവിതത്തിന്റെ വിവിധമായ മേഖലകളിലൂടെ നാം കടന്നു പോകുമ്പോൾ നാം നേരിടുന്നതായ വലിയ പ്രതിസന്ധിയാണ് ഈ കഷ്ടത എന്ന് പറയുന്നത്. ഈ കഷ്ടതയിലൂടെ മുന്നോട്ട് പോകുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ദൈവം അനുഗ്രഹിക്കുവാൻ നൽകിയിരിക്കുന്ന വചനത്തെ ഓർത്ത് ഒരു നിമിഷം ദൈവത്തോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധ നല്ല പിതാവേ, നല്ല വചനത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. ഈ സൂം പ്ലാറ്റ്ഫോമിലൂടെ ഈ വചനം ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം ഒരുപോലെ അനുഗ്രഹിച്ച സമാധാനവും സന്തോഷവും അവരെ മേൽ പകരണമേ. ക്രൂശിന്റെ മറവിൽ അടിയനെ മറച്ചുകൊള്ളും. എല്ലാ മഹത്വം അങ്ങേക്ക് ക്രിസ്തു യേശുവിൻ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. ഈ വേദഭാഗം വായിക്കുമ്പോൾ 2 കാര്യങ്ങൾ നമുക്കത് വ്യക്തമായി കാണുവാനായി കഴിയും. ഒന്ന്, ദൈവത്തിന്റെ വെളിപ്പെടുവാനിരിക്കുന്ന തേജസ്. 2, ഈ കാലത്തിലെ കഷ്ടത. ഈ രണ്ടും നാം ഓർക്കുമ്പോൾ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് റോമർക്ക് ലേഖനം എഴുതി അതിന്റെ ഉറപ്പിക്കുന്ന ഒരു കാര്യം,
നമുക്ക് കഷ്ടത എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഒരു കൂടപ്പിറപ്പാണ്. ഒരു വിശ്വാസിയായി തീർന്നാൽ അല്ലെങ്കിൽ നാം വേർപെട്ട ജീവിതം നയിക്കുമ്പോൾ നമുക്ക് കഷ്ടത ഇല്ല എന്ന് വരികയില്ല. കഷ്ടത നമുക്കുണ്ട്. 1 തെസ്സലോനിക്ക ലേഖനം 3-ാം അധ്യായം 3-ാമത്തെ വാക്യം നാം പഠിക്കുന്നത് കഷ്ടത അനുഭവിപ്പാൻ നാം നിയമിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ്. നമ്മൾക്ക് ഓരോരുത്തരുടെയും ജീവിതത്തിൽ നിന്ന് പരിശോധിച്ച് നോക്കിയാൽ ധാരാളം കഷ്ടതയിലൂടെ മുന്നോട്ട് പോയ അനുഭവമാണ് നമ്മുടെ പിതാക്കന്മാർക്കുള്ളത്. ആ കഷ്ടത അവർ നേരിട്ടത് കൊണ്ടാണ് അവരുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടുകയും ശ്രേഷ്ഠമേറിയ ഒരു വിശ്വാസ ജീവിതം അവർക്ക് തുടരുവാനായി കഴിഞ്ഞത്. ഇവിടെയും അത് തന്നെയാണ് പറയുന്നത്. പൗലോസ് പറയുന്നത് പൗലോസിന്റെ ജീവിതത്തിൽ നേരിട്ടതായ കഷ്ടത നാം ഒരിക്കലും നേരിട്ടിട്ടില്ല. പൗലോസിന്റെ ജീവിതത്തിലെ കഷ്ടത, ഹല്ലേലൂയ, 29 കഷ്ടതയെക്കുറിച്ച് 2 കൊരിന്ത്യർ ലേഖനം 11-ാം അധ്യായം 23 മുതൽ 33 വരെയുള്ള വേദഭാഗങ്ങളിൽ പൗലോസ് നേരിട്ടതായ 29 കഷ്ടത കാണുവാൻ കഴിയും. എത്രയോ ആപത്തുകൾ, എത്രയോ പൈതാഹം, എത്രയോ നാളുകൾ പട്ടിണി, കാട്ടിലെ ആപത്തുകൾ, കരയിലെ ആപത്തുകൾ, സ്വന്തം ഹെൽത്തിൽ നിന്നുള്ള ആപത്തുകൾ, ഇങ്ങനെ വിവിധമായ നിലയിലൂടെ കടന്നുപോയ ഒരു അപ്പോസ്തലനായ പൗലോസ് ഇന്ന് രാത്രി നമ്മളോട് സംസാരിക്കുന്നു. ഈ കഷ്ടത നമുക്കൊരു വിടുതലാണ്. ഈ കഷ്ടത കഴിയുമ്പോൾ നമുക്കൊരു വലിയ പ്രത്യാശയുണ്ട്. ആ പ്രത്യാശ നമുക്കുണ്ടെങ്കിൽ ഈ കഷ്ടത സാരമില്ല. വിശുദ്ധ വേദപുസ്തകത്തിൽ യോഹന്നാൻ സുവിശേഷം ഹല്ലേലൂയ നാം വായിക്കുമ്പോൾ അവിടെ കാണുന്നത് 16-ാം അധ്യായം 33-ാമത്തെ വാക്യത്തിൽ യേശു കർത്താവ് പറഞ്ഞു, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, നിങ്ങൾ ധൈര്യപ്പെടുവീൻ, ഞാനോ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. കഷ്ടതയിലൂടെ മാത്രമേ ഒരാൾക്ക് നിത്യതയിലേക്ക് പ്രവേശിപ്പാൻ കഴിയുകയുള്ളൂ. 1-ാം നൂറ്റാണ്ടിൽ ദൈവമക്കൾ അനുഭവിച്ച പീഡനങ്ങളും കഷ്ടപ്പാടുകളും വേദനകളും നിന്ദകളും പരിഹാസങ്ങളൊന്നും ഈ കാലഘട്ടത്തിൽ നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിച്ചിട്ടില്ല. എന്നാൽ യേശു പറയുകയാണ്, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, ആമേൻ, ധൈര്യപ്പെടുക. കാരണം നമ്മുടെ അരുമയായ കർത്താവ്, നമ്മുടെ പ്രാണനാഥനായിരിക്കുന്ന കർത്താവ് ഈ കഷ്ടതയിലൂടെയാണ് ആമേൻ സ്തോത്രം ഞാൻ കടന്നുപോയത്. ഹല്ലേലൂയ. പട്ടിണി എന്തെന്ന്, ദാഹം എന്തെന്ന്, ആമേൻ സ്തോത്രം, വേദന എന്തെന്നാണ്, പരിഹാസം എന്തെന്ന്, ആമേൻ ദുഃഖം എന്തെന്ന് നന്നായി മനസ്സിലാക്കിയ നമ്മുടെ അരുമയായ കർത്താവ് പറയുന്നു, ഈ കഷ്ടത, ഹല്ലേലൂയ സ്തോത്രം, ഒരു നാൾ നിങ്ങൾ അതിജീവിപ്പാനിടയായിത്തീരും. ഇത് തന്നെയാണ് പൗലോസ് ആ സഭയോട് പറയുന്നത്. കാരണം ഈ കഷ്ടത കണ്ട് നാം പിന്മാറിപ്പോകുന്നുവെങ്കിൽ, ഈ കഷ്ടത വരുമ്പോൾ ഹല്ലേലൂയ നാം മറികടന്നല്ലെങ്കിൽ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കുവാൻ കഴിയാത്ത നിലയിൽ മുന്നോട്ട് പോകുന്നു എങ്കിൽ നമ്മളെ മേൽ വെളിപ്പെടാനിരിക്കുന്ന ദൈവിക തേജസ് നമുക്ക് പ്രാപിപ്പാൻ കഴിയുകയില്ല. ആ ദൈവിക തേജസ് നാം പ്രാപിക്കണമെങ്കിൽ ഈ കഷ്ടതയിലൂടെയാണ് നാം കടന്നു പോകേണ്ടിയിരിക്കുന്നത്. പ്രിയ ദൈവമക്കളെ, വിശുദ്ധ വേദപുസ്തകത്തിൽ അനേക ദൈവദാസന്മാർ അനുഭവിച്ച കഷ്ടപ്പാടുകളുണ്ട്. 1-ാം നൂറ്റാണ്ടിലെ കഷ്ടത, സഭയുടെ കഷ്ടത, അവരുടെ പീഡനങ്ങൾ, ഇതൊക്കെ ഓർക്കുമ്പോൾ വാസ്തവത്തിൽ നമുക്ക് ഇപ്പോൾ കഷ്ടമില്ല, നമുക്ക് പറയപ്പെട്ട വേദനകളില്ല. ഹല്ലേലൂയ. ഒരുപക്ഷെ സാമ്പത്തികമായ ഒരു പോരായ്മകളോ അല്പ ശാരീരികമായ ക്ലേശങ്ങളോ, ഹല്ലേലൂയ, പാർക്കുവാൻ യുക്തമായ വീടുകളോ, അല്ലെങ്കിൽ ഹല്ലേലൂയ തക്കതായ വിദ്യാഭ്യാസത്തിനനുസരിച്ചുള്ള ഒരു ജോലിയോ ഇല്ല എന്നുള്ളത് മറച്ചു വെച്ചാൽ നമുക്ക് കഷ്ടത ഇല്ലെന്ന് വേണം പറയുവാൻ. അതുകൊണ്ട് ഇന്ന് ഈ രാത്രിയിൽ ഈ സൂം പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ കഷ്ടത ഹല്ലേലൂയ എന്നും നിലനിൽക്കുന്നതല്ല. ഇതിന്റെ അപ്പുറത്ത് ഒരു വലിയ പ്രത്യാശയുണ്ട്. ആ പ്രത്യാശയാണ് പൗലോസ് 1 തെസ്സലോനിക്ക ലേഖനം 4-ാം അധ്യായം 13 മുതൽ 18 വരെയുള്ള വേദഭാഗത്തിൽ വായിക്കുന്നത്.
കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ ഇറങ്ങി വരുമ്പോൾ ആമേ സ്തോത്രം, മരിച്ചവർ അക്ഷയരായി ഉയർത്തെഴുന്നേൽക്കുകയും പിന്നെ ജീവനോട് ശിക്ഷിക്കുന്നവരായ നാം മേഘങ്ങളിൽ കർത്താവിനോട് കൂടെ എടുക്കപ്പെടാനിടയായിത്തീരും. ഇങ്ങനെ നാം എപ്പോഴും ക്രിസ്തുവിനോട് കൂടെ ആയിരിക്കും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ആയിരിക്കും. അല്പ നാളുകൾ, അല്പ ആയുസ്സിന്റെ അല്പ ദിവസങ്ങൾ കഷ്ടം അനുഭവിച്ചാൽ നിശ്ചയമായും നമുക്ക് നിത്യതയിൽ നമ്മുടെ കർത്താവിനോടുകൂടെ ദീർഘയുഗായുഗങ്ങൾ വാഴുവാൻ കഴിയും. അതുകൊണ്ട് ഈ കഷ്ടത ഒരു ഹല്ലേലൂയ ശാശ്വതമല്ല. ഈ കഷ്ടത ഒരു നാൾ കഴിയും. ഹല്ലേലൂയ. ആ പ്രത്യാശ നമ്മുടെ ജീവിതത്തിൽ നാം കാത്തു സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. പൗലോസ് പറയുന്ന കേട്ടോ, നമ്മിൽ വെളിപ്പെടാനിരിക്കുന്ന ദൈവ തേജസ്. ഹല്ലേലൂയ. മരിച്ച് മൺമറഞ്ഞു പോകുന്ന തന്റെ വൃദ്ധന്മാർക്ക് പ്രത്യാശ നൽകുന്ന, ജീവിച്ചിരിക്കുന്ന ക്രൈസ്തവ സമൂഹത്തിന് ഉറപ്പ് നൽകുന്ന, ആമേൻ ഹല്ലേലൂയ, ആമേൻ സ്തോത്രം ചെയ്യുന്നു. ആമേൻ ലോകത്തിൽ അന്യ ദൈവങ്ങളെ ആരാധിച്ച് മുന്നോട്ട് പോകുന്ന, കർത്താവിലേക്ക് ആകർഷിക്കപ്പെടുന്ന ഓരോ വ്യക്തിയോടും ദൈവത്തിന്റെ ആത്മാവ് വ്യക്തമായി വിളിച്ചു പറയുന്നു, നിന്റെ ജീവിതം ഇവിടം കൊണ്ട് അവസാനിക്കുകയല്ല. ഹല്ലേലൂയ സ്തോത്രം. നീ സകലതും വിട്ട് ഇറങ്ങി വന്നുവെങ്കിൽ ഹല്ലേലൂയ സ്തോത്രം, നിന്നെ അന്ത്യത്തോളം നടത്തി യുഗായുഗങ്ങൾ തന്നോട് ചേർത്ത് നിർത്തുന്ന ഒരു സ്വർഗത്തിലെ ദൈവത്തിന്റെ തേജസ് നിന്റെ മേൽ വരാൻ തക്കവണ്ണം ഇടയായി തീരുമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്നു രാത്രിയിൽ നമ്മെ ഓർപ്പിക്കുകയാണ്. അതുകൊണ്ട് ഈ സൂം പ്ലാറ്റ്ഫോമിലൂടെ ഹല്ലേലൂയ സ്തോത്രം, വചനം ശ്രദ്ധിക്കുന്ന ജീവിതമേ, ഹല്ലേലൂയ, ഈ കഷ്ടത ഹല്ലേലൂയ ശാശ്വതമല്ല. നമുക്കൊരു ദൈവിക തേജസ് ഉണ്ട്. ഹല്ലേലൂയ സ്തോത്രം. ഒരു ദൈവിക പ്രത്യാശയുണ്ട്. നമുക്കൊരു ദൈവികമായിരിക്കുന്ന ആ ഒരു സന്തോഷമുണ്ട്. അല്പനാളുകൾ ഇവിടം കഴിയും. ഒരായുസ് മുഴുവനും ജീവിച്ചു കഴിഞ്ഞാലും ആമേ കർത്താവ് വിളിച്ചാൽ പോയേ മതിയാവും. പക്ഷേ ആ കർത്താവിന്റെ തേജസ് വെളിപ്പെടുമ്പോൾ നാം എല്ലാവരും അക്ഷയരായി ഉയർത്ത് നമ്മുടെ കർത്താവിനോടുകൂടെ പറന്നുയരുവാനിടയായിത്തീരും. ഇന്ന് ഈ ഹല്ലേലൂയ നിമിഷം ഹല്ലേലൂയ കർത്താവ് ഹല്ലേലൂയ വരുന്നുവെങ്കിൽ, ആ കർത്താവിന്റെ കാഹളം തുടിക്കുമെങ്കിൽ, ഹല്ലേലൂയ പ്രത്യാശയോടെ കാത്തിരിക്കുന്ന ജീവിതമേ, നാം മരണം കാണാതെ ഹല്ലേലൂയ രൂപാന്തരപ്പെട്ട് ക്രിസ്തുവിനോടുകൂടെ എടുക്കപ്പെടാനിടയായിത്തീരും. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ സാക്ഷ്യത്തോടുകൂടെ സംസാരിച്ച, കഷ്ടതയിൽ കൈപിടിച്ചു നടത്തിയ, കണ്ണുനീരിന്റെ നടുവിലേക്ക് ഇറങ്ങി വന്ന് കരയേണ്ട മകളെ എന്ന് പറഞ്ഞ, ഹല്ലേലൂയ ശൂന്യമായ പടകിനെ വലയെ നിറച്ച ആമേ കർത്താവ് ഇന്നു രാത്രിയിൽ വരുന്നുവെങ്കിൽ നമുക്കൊരു പ്രത്യാശയുണ്ട്. ഹല്ലേലൂയ. അവനോടുകൂടെ നാം മേഘങ്ങളിൽ രൂപാന്തരപ്പെട്ടെടുക്കപ്പെടാനിടയായിത്തീരും. പ്രത്യാശയുള്ള ദൈവമക്കൾ ആ കരങ്ങളെ ഉയർത്തി ആ ദൈവത്തിന് ഹല്ലേലൂയ സ്തോത്രം അർപ്പിക്കാം. ഹല്ലേലൂയ. ആ പരിശുദ്ധനായ കർത്താവ് നമ്മെ ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ കഷ്ടത ഒരു കഷ്ടതയല്ല. നമ്മളെല്ലാവരോടും ചോദിച്ചാൽ നമ്മൾ പറയും, വിവിധമായ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. ഹല്ലേലൂയ സ്തോത്രം. നാം റോഡിലൂടെ കടന്നു പോകുമ്പോൾ, യാത്രകൾ ചെയ്യുമ്പോൾ അതിമനോഹരമേറിയ ആഭരണ കടകൾ, ജുവലറി കടകൾ കാണാൻ കഴിയും. അതിനകത്ത് നമ്മുടെ കണ്ണിന് ഇമ്പമാർന്ന രൂപത്തിൽ ഹല്ലേലൂയ പണിയപ്പെട്ട അനേക സ്വർണ്ണ ഹല്ലേലൂയ സ്തോത്രം ആഭരണങ്ങൾ അവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. സ്തോത്രം ചെയ്യുന്നു. ആഭരണങ്ങൾ പല വിലയിലുള്ളതാണ്. എന്നാൽ നമുക്കറിയാമോ, ഇതിന്റെ പിന്നിൽ ഈ കണ്ണാടിക്കൂടിനകത്ത് വന്നിരിക്കത്തക്ക നിലയിൽ ഈ സ്വർണം എന്ന് പറയുന്ന ഈ വസ്തുവെ എത്രമാത്രം പ്രോസസ്സിങ്ങിലൂടെയാണ് കടന്നുപോയത്. സ്തോത്രം. മണ്ണിനടിയിൽ കുഴിക്കപ്പെട്ടിരുന്ന ഈ സാധനം അതവിടെ നിന്ന് കുഴിച്ചെടുക്കുന്നു. എത്രയോ പ്രക്രിയയിലൂടെയാണ് അത് കടന്നുപോയി ഒരു മനോഹരമേറിയ ഒരു സ്വർണമായി ആ കടയിൽ അതിനകത്തിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും ക്രിസ്തുവിന് വിലപ്പെട്ടവരാണ്. ഹല്ലേലൂയ. യേശുവിന് വിലപ്പെട്ടവരാണ്. യേശു നമുക്ക് വേണ്ടി അവസാനത്തുള്ളി ചോര വരെയും ചിന്തി നമ്മെ വീണ്ടെടുത്ത കർത്താവാണ്.
ആ കർത്താവിന് നാം ഓരോരുത്തരും വിലപ്പെട്ടവരാണ്. ഹാലലി ആകയാൽ ഹാലലി എന്നും നമ്മുടെ ജീവിതത്തിൽ കഷ്ടത അവൻ വെച്ചിട്ടില്ല. ഒരു ദിവസം നമ്മുടെ കണ്ണുനീര് അവൻ തുടയ്ക്കും. അവൻ ഒരു ദിവസം നമ്മുടെ കണ്ണുനീര് തുടയ്ക്കും. ഒരു ദിവസം അവൻ നമ്മെ മാറോട് ചേർത്ത് പിടിക്കും. ഹല്ലേലൂയ, സ്തോത്രം. അവൻ നമ്മെ തോളിൽ വഹിച്ചു നടത്തുവാനിടയായിത്തീരും. വേദപുസ്തകം വായിക്കുമ്പോൾ കാണുന്നു, കാണാതെ പോയ ആടിനെ കണ്ടുകിട്ടിയപ്പോൾ എന്റെ യേശുവേ തോളത്തു ചുമന്ന് അവൻ കൊണ്ടുവരുവാനിടയായിത്തീർന്നു. ഹല്ലേലൂയ. ആരും നിന്നെ ചേർത്ത് പിടിച്ചില്ലെങ്കിലും, ആരും നിന്നെ അണയ്ക്കാൻ കൂടെ ഇല്ലെങ്കിലും, ഹല്ലേലൂയ, സ്തോത്രം, നമ്മുടെ കുറ്റങ്ങൾ പറഞ്ഞ് മാറ്റി നിർത്തുമ്പോഴും, ഹല്ലേലൂയ, സമുദായത്തിന്റെ സമൂഹത്തിന്റെ ഹല്ലേലൂയ ബന്ധുമിത്രാദികളുടെ നടുവിൽ, മക്കളുടെ മുമ്പിൽ, ഒരുപക്ഷെ നമ്മുടെ ഭർത്താവിന്റെ മുമ്പിലൊക്കെയും വിശ്വാസ സംബന്ധമായി നാം തള്ളപ്പെട്ടാലും ഹല്ലേലൂയ ആര്യനാഥൻ ഒരു നാൾ നമ്മെ ചേർത്ത് പിടിപ്പാനിടയായിത്തീരും. ആ കർത്താവിന്റെ സന്നിധിയിൽ വളരെ പ്രത്യാശയോടെ സഭയെ ഉറപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആമേൻ, ആമേൻ. നമ്മിൽ വെളിപ്പെടുവാനിരിക്കുന്ന തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടത നമുക്ക് സാരമില്ല. ആമേ, സ്തോത്രം. കൊലോസ്യ ലേഖനം സ്തോത്രം 3-ാം അധ്യായം 4-ാമത്തെ വാക്യം നാം വായിക്കുമ്പോൾ നാം അവിടെ ഇങ്ങനെ വായിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. നമ്മുടെ ജീവനായ ക്രിസ്തു, നമുക്ക് വേണ്ടി ജീവൻ നൽകിയതായ ക്രിസ്തു, നമ്മെ വീണ്ടെടുത്തവനായ ക്രിസ്തു, നമ്മുടെ പാപത്തെ പോക്കിയവനായ ക്രിസ്തു, നമ്മുടെ ഹല്ലേലൂയ അവന്റെ തങ്കിലെ ചോരയാൽ നമ്മുടെ ഹല്ലേലൂയ പാപങ്ങൾ മുഴുവൻ കഴുകി നമ്മെ ശുദ്ധീകരിച്ചവനായ ക്രിസ്തു ഒരു നാളിൽ മേഘങ്ങളിൽ പ്രത്യക്ഷപ്പെടും. ഹല്ലേലൂയ. അവൻ ഒരു നാൾ വരുമെന്നാണ് നമ്മുടെ പ്രത്യാശ. ഹല്ലേലൂയ. പ്രത്യാശ അവൻ മേഘങ്ങളിൽ വരുമ്പോൾ, നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോടുകൂടെ തേജസ് വെളിപ്പെടും. ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ കഷ്ടമെല്ലാം മാറും, നമ്മുടെ കണ്ണുനീരെല്ലാം മാറും, നമ്മുടെ വേദനയെല്ലാം മാറും, നമ്മുടെ ഒറ്റപ്പെടൽ മാറും, ഏകാന്തത മാറും. ഹല്ലേലൂയ, സ്തോത്രം. നമുക്കൊരു വലിയ പ്രത്യാശയിലേക്ക് നമുക്ക് ഈ ദിവസങ്ങളിൽ കടന്നു പോകാം. പരിശുദ്ധനായ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ കഷ്ടത വരുമ്പോൾ, ഈ ശോധന വരുമ്പോൾ പിന്മാറുകയല്ല, അല്ലെങ്കിൽ മുൻപോട്ട് ചുവടുകൾ വെച്ച് മുന്നേറാൻ ആവശ്യമായ ദൈവകൃപയ്ക്ക് വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഈ വചനങ്ങളാല് ദൈവം നമ്മെ ധാരാളം അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ആധികാരികമായി ഹല്ലേലൂയ, നമുക്ക് ഹല്ലേലൂയ സമയങ്ങളെ പരിമിതി ഉണ്ടല്ലോ. ഹല്ലേലൂയ, ആധികാരികമായിട്ടൊക്കെയും ചിന്തിക്കേണ്ട വേദഭാഗങ്ങളാണ്. സ്തോത്രം. ആകയാൽ പ്രിയരേ, ഹല്ലേലൂയ, നാളുകളിൽ നമ്മിൽ വെളിപ്പെടുവാനിരിക്കുന്ന തേജസ് നാം ഓർക്കുമ്പോൾ, നമുക്ക് ലഭിക്കുവാൻ പോകുന്ന ആ നിത്യമായ സന്തോഷം ഓർക്കുമ്പോൾ, നമ്മുടെ തലയിൽ ഇരിക്കേണ്ടതായ ആ കിരീടങ്ങൾ ഓർക്കുമ്പോൾ, നമ്മുടെ പ്രതിഫലം വേർതിരിക്കുന്ന ആളുകൾ നമുക്ക് ലഭിക്കുവാൻ പോകുന്ന പ്രതിഫലം ഓർക്കുമ്പോൾ, ഈ ഘട്ടമെല്ലാം നമുക്ക് പുറകോട്ട് എറിഞ്ഞിട്ട് പൗലോസിനെ പോലെ പിൻപിലുള്ളത് പിൻപിലുള്ളത് മറന്നും മുൻപിലുള്ളതിനെ ആഞ്ഞും കൊണ്ട് ക്രിസ്തുവിന്റെ പരമവിളിയുടെ ലാക്കിലേക്ക് ബന്ധപ്പെട്ടോടുവാൻ കർത്താവ് ഏവരെയും സഹായിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് സമയത്തെ വേർതിരിച്ച ബഹുമാനിയ കർത്തദാസനും എല്ലാ പ്രിയപ്പെട്ടവർക്ക് നന്ദി പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവം നമ്മെ ഏവരെയും ധാരാളം അനുഗ്രഹിക്കട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ദൈവം സഹായിക്കട്ടെ. ഇപ്പോൾ പ്രിയ എലിസബത്ത് ആന്റി ഒരു പാട്ട് പാടിക്കാട്ടെ. ഒറ്റ വേണ്ട. എലിസബത്ത് ആന്റി ഒരു പാട്ട് പാടുമോ? ആരെങ്കിലും ഒരാൾ പാട്ട് പാടാൻ കഴിവുള്ളവർ ഒരു പാട്ട് പാടിക്കാട്ടെ. ഒറ്റ മിനിറ്റ്. പ്രൈസ് ദി ലോർഡ്. എത്ര നല്ലവൻ എന്നേശുനായകൻ, ഏതു നേരത്തും നടത്തിയിടുന്നവൻ. എത്ര നല്ലവൻ എന്നേശുനായകൻ, ഏതു നേരത്തും നടത്തിയിടുന്നവൻ. നന്ദിയാൽ പാടും ഞാൻ വല്ലഭനേശുവേ, നാടെങ്ങും ഘോഷിക്കും നിൻ മഹാസ്നേഹത്തെ. നന്ദിയാൽ പാടും ഞാൻ
വല്ലഭാനേശുവേ നാടെങ്ങും ഘോഷിക്കും നിൻ മഹാസ്നേഹത്തെ. എത്ര നല്ലവൻ എന്നേശുനായകൻ, ഏതു നേരത്തും നടത്തിയിടുന്നവൻ. എത്ര നല്ലവൻ എന്നേശുനായകൻ, ഏതു നേരത്തും നടത്തിയിടുന്നവൻ. Praise the Lord. ദൈവമിത്രം, ഇനി ആർക്കെങ്കിലും പ്രാർത്ഥനാ വിഷയം ഉണ്ടെങ്കിൽ പറയാം. ആർക്കെങ്കിലും പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ നമുക്കത് ഷെയർ ചെയ്യാവുന്നതാണ്. കഴിഞ്ഞ ദിവസം ഞങ്ങൾ പറഞ്ഞായിരുന്നല്ലോ ഒരു വീടിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്. ഞങ്ങള് അത് പോയി കാണുവാൻ വീടും കാണുവാനിടയായി. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ അത് ഞങ്ങളുടെ കരുത്തിൽ പ്രാപിക്കേണ്ടതിന് സാമ്പത്തികം ആവശ്യമാണ്. അതിന് വേണ്ട വഴികളൊക്കെ ദൈവം തുറന്നു തരേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രിയ സഹോദരിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. വേറെ ആരെങ്കിലും? വേറെ ആരെങ്കിലും പ്രാർത്ഥനാ വിഷയം? മോന്റെ വിസ അടുത്ത മാസം തീരുവാ. UK-ലാണ്. അപ്പൊ അവന്റെ വിസ പുതുക്കി കിട്ടേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കണം. ദൈവം സഹായിക്കട്ടെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട വചനങ്ങളൊക്കെ പറയുവാൻ ദൈവം നമ്മളെ സഹായിച്ചു. ജോയിൻ ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദി. നമുക്ക് ഇത്രത്തോളം ദൈവം സഹായിച്ചു, അനുഗ്രഹിച്ചു. ഇനി ഒത്തിരി സമയം അതിക്രമിച്ചതുകൊണ്ട് ഞാൻ ഇനി ഒരു വചനം പറയുവാൻ ആഗ്രഹിക്കുന്നില്ല. എങ്കിലും ദൈവവചനം ഒറ്റ ഒരു വാക്യം വായിച്ച് ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നത്തെ രാത്രിയുടെ ചിന്തയ്ക്കായിട്ട് സഭാപ്രസംഗിയുടെ പുസ്തകം 7-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യം. സഭാപ്രസംഗി 7:8. പെട്ടെന്ന് ഞാൻ പറഞ്ഞോളാം, ആരും ലെഫ്റ്റ് ആകരുത്. എനിക്കറിയാം ഇച്ചിരി സമയം കഴിഞ്ഞു പോയി. ഒരു കാര്യത്തിന്റെ ആരംഭത്തേക്കാൾ അതിന്റെ അവസാനം നല്ലത്. അത് മതി. ഒരു കാര്യത്തിന്റെ ആരംഭത്തെക്കാൾ അതിന്റെ അവസാനം നല്ലത്. ഞാൻ എപ്പോഴും ശലോമോന്റെ ജ്ഞാനികളുടെ ജ്ഞാനിയായ ശലോമോൻ പറയുകയാണ്, ഒരു കാര്യത്തിന്റെ ആരംഭത്തെക്കാൾ അതിന്റെ അവസാനം നല്ലത്. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം ഹല്ലേലൂയ, താൻ വളരെ ശക്തമായി ജ്ഞാനം കൊണ്ട് ദൈവവചനം എഴുതുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ശലോമോൻ ഹല്ലേലൂയ പറയുകയാണ്, ഒരു കാര്യത്തിന്റെ ആരംഭത്തെക്കാൾ അവസാനം നല്ലത്. ലോകം പറയുന്നത് എന്താണ്? ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ. എപ്പോഴും ആദ്യം നന്നായിരിക്കണം, പിന്നെ എന്ത് ചെയ്താലും കുഴപ്പമില്ലെന്നാണ് ലോകം പറയുന്നത്. എന്നാൽ ദൈവവചനം പറയുന്നത്, ശലോമോൻ പഠിപ്പിക്കുന്നത്, പ്രൈസ് ദി ലോർഡ്, ഒരു കാര്യത്തിന്റെ ആരംഭത്തെക്കാൾ അതിന്റെ അവസാനം നന്നായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ കർത്താവിന് വേണ്ടി എന്ത് ചെയ്തു എന്നുള്ളതല്ല ദൈവത്തിന്റെ പ്രശ്നം, നാം എപ്രകാരം ആയിരിക്കുന്നു എന്നുള്ളതാണ് സ്തോത്രം ദൈവത്തിന്റെ പ്രശ്നം. ഹല്ലേലൂയ, സ്തോത്രം. നമുക്കറിയാം ഒരു പ്രൗഢഗംഭീരമായ തുടക്കമല്ല ദൈവം ആഗ്രഹിക്കുന്നത്, നമ്മുടെ അവസാനം എപ്രകാരമായിരിക്കുന്നു എന്നുള്ളതാണ് ദൈവത്തിന്റെ വിഷയം. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം, എനിക്ക് ഒത്തിരി വിഷയങ്ങൾ പറയുവാൻ ആഗ്രഹമുണ്ടെങ്കിലും ഞാൻ പെട്ടെന്ന് നിർത്തുകയാണ്. സ്തോത്രം. നമുക്കറിയാം പഴയ നിയമത്തിലെ ശൗല് തന്റെ തുടക്കം നല്ലതായിരുന്നു. താൻ കർത്താവിനാൽ അഭിഷേകം ചെയ്യപ്പെട്ടല്ലേ. ഹല്ലേലൂയ, സ്തോത്രം. അഭിഷേകം ചെയ്യപ്പെട്ടു. എന്നാൽ താൻ എന്താണ്? ദൈവത്തെ മറുതലിച്ചതിന്റെ ഫലമായിട്ട്, അനുസരണക്കേട് കാണിച്ചതിന്റെ ഫലമായിട്ട് താൻ ഗിൽബോഗ പർവ്വതത്തിൽ വെച്ച് തന്നെത്താൻ ആത്മഹത്യ ചെയ്യപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. തന്റെ തുടക്കം നല്ലതായിരുന്നെങ്കിലും നല്ല ഒരു അന്ത്യം പ്രാപിപ്പാൻ അവനെ സാധിച്ചില്ല. അവൻ അഭിഷേകം ഉണ്ടായിരുന്നു, പക്ഷെ അനുസരണമില്ലായിരുന്നു. വിളി ഉണ്ടായിരുന്നു, എന്നാൽ വിശുദ്ധി ഇല്ലായിരുന്നു. സ്ഥാനമുണ്ടായിരുന്നു, എന്നാൽ ദൈവസാന്നിധ്യമില്ലായിരുന്നു. 1 ദിനവൃത്താന്തം 10-ാം അധ്യായം അതിന്റെ 13-14 വാക്യങ്ങൾ വായിക്കുന്നുണ്ട്. താൻ എന്തുകൊണ്ട് മരണപ്പെട്ടു? താൻ ഇതുപോലെ അനുസരണക്കേട് കാണിച്ചുകൊണ്ടും ദൈവത്തിന്റെ ന്യായവിധത്തെ ഹല്ലേലൂയ മറുതലിച്ചതുകൊണ്ടും താൻ വളരെ ദാരുണമായി മരണപ്പെടുവാൻ ഇടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. എന്നാൽ നമുക്കറിയാം പുതിയ നിയമത്തിൽ ഒരു ദേമാസ് ഉണ്ട്. 3 സ്ഥലത്ത് മാത്രം കാണുന്ന ദേമാസ്. ഫിലോമോന്റെ ലേഖനം അതിന്റെ 24-ാം വാക്യത്തിൽ കാണുന്നുണ്ട്. ദേമാസും ലൂക്കോസും, ഞങ്ങൾ എൻ്റെ പ്രിയ കൂട്ടുവേലക്കാരായ ദേമാസും ലൂക്കോസും നിങ്ങളെ വന്ദനം ചെയ്യുന്നു. അതിന് ലൂക്കോസിന്റെ മുമ്പിലാണ് ദേമാസിനെ താൻ പ്രതിപാദിച്ചിരിക്കുന്നത്. എന്നാൽ കൊലോസ്യ ലേഖനം 4-ാം അധ്യായം അതിന്റെ 6 എനിക്ക് തോന്നുന്നു, അവിടെ പറയുന്നുണ്ട്, എൻ്റെ കൂട്ടുവേലക്കാരനായ ലൂക്കോസും ദേമാസും അവിടെ അല്പം പുറകോട്ട് പോയി. പ്രൈസ് ദി ലോർഡ്. എന്നാൽ 2 തീമോഥെയോസ്
4:10 വന്നപ്പോൾ പറയുന്നു, ദേമാസ് ഈ ലോകത്തെ സ്നേഹിച്ച് എന്നെ വിട്ട് പിന്തിരിഞ്ഞുപോയി. ഒരു കാലത്ത് ലൂക്കോസിന്റെ പോലും മുൻപില് തന്റെ കൂട്ടുവേലക്കാരനായി തന്നോടൊപ്പം പ്രവർത്തിച്ചതായ ദേമാസ് നല്ല തുടക്കമായിരുന്നുവെങ്കിലും താൻ ഈ ലോകത്തെ സ്നേഹിച്ച് എന്നെ വിട്ട് പിന്തിരിഞ്ഞുപോയി. അപ്പോൾ നല്ല തുടക്കമല്ല വിഷയം, നമ്മുടെ അവസാനം എപ്രകാരമായിരിക്കുന്നു എന്നുള്ള വിഷയം. പ്രൈസ് ദി ലോർഡ്. ടൈറ്റാനിക് കപ്പൽ വലിയ നല്ല തുടക്കമായിരുന്നു, എന്നാൽ അത് തുറമുഖത്ത് എത്തിച്ചേരുവാൻ സാധിച്ചില്ല. പ്രൗഢഗംഭീരമായ ഒരു തുടക്കമല്ല ദൈവം ആഗ്രഹിക്കുന്നത്, നമ്മുടെ ഒടുക്കം എപ്രകാരമായിരിക്കുന്നത്. എന്നാൽ ഒരുവനെ ഞാൻ ഇന്ന് രാത്രി കാണിക്കുവാൻ, ഇത് ബൈബിൾ കോളേജ് പഠിക്കുന്ന ദൈവമക്കളോട് ഹല്ലേലൂയ സ്തോത്രം, ഇന്ന് രാത്രി ഞാൻ പറയാം, ഹല്ലേലൂയ, നമ്മുടെ തുടക്കം, നമ്മളിപ്പോൾ ചെയ്യുന്ന ഈ തുടക്കമൊക്കെ നല്ലതാണെങ്കിലും നാം എത്രമാത്രം നമുക്ക് നമ്മുടെ അവസാനമാണ് ദൈവത്തിന്റെ വിഷയം. നാം ഇന്ന് ഇപ്രകാരമായിരിക്കുന്നു എന്നുള്ളതാണ് സ്തോത്രം നമ്മുടെ ആവശ്യം. നമുക്കറിയാം, നമ്മുടെ ക്രിസ്തീയ ഗോളത്തിൽ അനേക ദൈവദാസന്മാർ, ഒരു കാലത്ത് സുവിശേഷത്തിന് വേണ്ടി ഏറ്റവും ശക്തമായി അല്ലെങ്കിൽ നിലകൊണ്ടവർ, അവരൊക്കെ ആത്മാവിൽ ആരംഭിച്ചിട്ട് ജഡത്തിൽ അവസാനിപ്പാനിടയായി തീർന്നു. ഒത്തിരി, ഞാൻ പേര് പറയുന്നില്ല, ആരെയും പറയുന്നില്ല, എന്നാണ് ഞാൻ പറഞ്ഞത് താല്പര്യം. അവരൊക്കെ ആത്മാവിൽ ആരംഭിച്ചിട്ട് ജഡത്തിൽ അവസാനിപ്പാനിടയായി തീർന്നു. ഇന്ന് രാത്രി നമ്മൾ വളരെ സൂക്ഷിക്കേണ്ടതാണ്. എന്നാൽ ഇന്ന് രാത്രി ഒരാളെ ഞാൻ വരച്ച് കാണിക്കാം. പൗലൂസ്, തന്റെ തുടക്കം വലിയ ഗംഭീരമൊന്നല്ലായിരുന്നു. നീ ആരാകുന്നു കർത്താവേ? ദമസ്കോസിന്റെ പടിവാതിക്കൽ വെച്ചുകൊണ്ട് താൻ പറയുകയാണ്, നീ ആരാകുന്നു കർത്താവേ എന്ന് ചോദിച്ചു തുടങ്ങിയ ആ പൗലൂസ്, താൻ ഒരു കാലത്ത് തന്നെ യഹൂദന്മാര് ക്രിസ്തീയ സമൂഹത്തെ ഇല്ലായ്മ ചെയ്യുവാൻ വേണ്ടി ഉപയോഗിച്ച തുറുപ്പുചീട്ടായിരുന്നു. ഹല്ലേലൂയ, എപ്രകാരം അവരെയൊക്കെ ഇല്ലായ്മ ചെയ്യണമെന്ന് വിചാരിച്ചതായിരുന്നു. എന്നാൽ സാലുലിയ താൻ അവസാനം പറയുന്നു, അവൻ എൻ്റെ ഉപനിധി, അവസാനത്തോളം എന്നെ കാക്കുവാൻ അവൻ ശക്തനെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഞാൻ നല്ല പോർ പൊരുതി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. ഹല്ലേലൂയ, എനിക്ക് ജീവിക്കുന്നുവെങ്കിൽ അത് ക്രിസ്തുവും, മരിക്കുന്നുവെങ്കിൽ അത് ലാഭവുമാകുന്നു. സ്തോത്രം. തനിക്കുണ്ടായിരുന്ന സകലവും ചപ്പന്നും ചവറെന്നും എണ്ണിക്കൊണ്ട് കർത്താവിന്റെ നാമമഹത്വത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ പൗലൂസിനെ ദൈവം സഹായിച്ചു. തന്റെ തുടക്കം വലിയ ഗംഭീരമല്ലെങ്കിലും നല്ലൊരു അന്ത്യം പ്രാപിപ്പാൻ പൗലൂസിനെ ദൈവം സഹായിച്ചു. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? നല്ല പോർ പൊരുതി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ഹല്ലേലൂയ, തന്റെ ജീവിതത്തിലെ സകലതും ചപ്പെന്നും ചവറെന്നും എണ്ണുവാൻ ഇടയായി തീർന്നു. ഒരു കാര്യത്തിന്റെ ആരംഭത്തെക്കാൾ അതിന്റെ അവസാനം നല്ലതായിരിക്കണമെന്ന് ജീവിതാനുഭവത്തിൽ തെളിയിക്കുവാൻ ആ കർത്താവിന്റെ ദാസനെ ദൈവം ഉപയോഗിച്ചു. ഇന്ന് യേശു ക്രിസ്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രസംഗിക്കപ്പെടുന്ന ഈ ഏഷ്യൻ അനേക ഭൂഖണ്ഡങ്ങളിൽ കർത്താവിന്റെ നാമത്തെ ഉയർത്തുവാൻ, ക്രിസ്ത്യാനിറ്റിയെ കൊണ്ടുപോകുവാൻ ദൈവം ശക്തമായി ഉപയോഗിക്കുവാൻ ആ ദൈവദാസനെ ദൈവം സഹായിച്ചു. നീറോ ചക്രവർത്തിയുടെ വാളിന് പോലും ഹല്ലേലൂയ സ്തോത്രം തന്റെ ആത്മീയ വീരത്തെ കെടുത്തുവാൻ സാധിച്ചില്ല. സ്തോത്രം. ഹല്ലേലൂയ, താൻ പറഞ്ഞു, എനിക്ക് ജീവിക്കുന്നുവെങ്കിൽ അത് ക്രിസ്തുവും, മരിക്കുന്നുവെങ്കിൽ ഹല്ലേലൂയ അത് ലാഭവുമാകുന്നു എന്ന് പറഞ്ഞ് നീറോ ചക്രവർത്തിയുടെ വാളിന്റെ മുമ്പിൽ ഹല്ലേലൂയ ഇരയായി തീരുവാൻ ഇടയായി തീർന്നു. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ഹല്ലേലൂയ, നല്ലൊരു അന്ത്യം പ്രാപിപ്പാൻ, നല്ലൊരു ക്രിസ്തീയ അന്ത്യം പ്രാപിപ്പാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, എനിക്ക് ജീവിക്കുന്നുവെങ്കിൽ ക്രിസ്തുവും, മരിക്കുന്നുവെങ്കിൽ അത് ഹല്ലേലൂയ ഹരിക്കില്ല ലാഭം എന്ന് പറയുവാൻ തക്കോണം എത്ര പേരെ കൊണ്ട് സാധിക്കും? പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഞാൻ ദീർഘിക്കുന്നില്ല. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഒരു കാര്യത്തിന്റെ ആരംഭത്തെക്കാൾ അതിന്റെ അവസാനം നന്നായിരിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശലോമോന് പറയുക, ഹല്ലേലൂയ, നിന്റെ തുടക്കം എപ്രകാരമായിരിക്കുന്നത് ദൈവത്തിന് പ്രശ്നമല്ല, എന്നാൽ നീ ഇന്ന് എപ്രകാരമായിരിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം. പലരും പറയാറുണ്ട്, ഞാൻ കഴിഞ്ഞ കാലങ്ങളിൽ കർത്താവിന് വേണ്ടി ചെയ്തിട്ടുണ്ട്, കഴിഞ്ഞ കാലങ്ങളിൽ ഞാനത് ചെയ്തു, തീർച്ചയായിട്ടും ഒരു പ്രതിഫലം കിട്ടും. എന്നാൽ ഇന്ന് നീ എപ്രകാരമായിരിക്കുന്നു എന്നുള്ളതാണ് ദൈവത്തിന്റെ പ്രശ്നം. ഹല്ലേലൂയ, ഇന്ന് നീ എപ്രകാരമായിരിക്കുന്നു എന്നുള്ളതാണ് സ്തോത്രം. ഞാൻ ഒത്തിരി ദൈവവചനം പഠിച്ചിട്ടുണ്ട്, ഞാൻ പഠിക്കാറുണ്ട്, എന്നാൽ ഹല്ലേലൂയ ഒരു കാര്യത്തിന്റെ ആരംഭത്തെക്കാൾ അതിന്റെ അവസാനം നന്നായിരിക്കണം. ഹല്ലേലൂയ, ഇന്ന് രാത്രി ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചൊന്ന് സ്തോത്രം ചെയ്താട്ട്. ഹല്ലേലൂയ, ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചൊന്ന് സ്തോത്രം ചെയ്താട്ട്. ദൈവം നമ്മെ സഹായിപ്പാൻ, നമ്മെ നടത്തുവാൻ ദൈവശക്തനായ ദൈവമാ, നമ്മെ നടത്തുകയും സഹായിക്കുകയും ചെയ്യുന്ന ദൈവമാ. അതുകൊണ്ട് ഒരു കാര്യത്തിന്റെ ആരംഭത്തെക്കാൾ അതിന്റെ അവസാനം നന്നായിരിക്കണം. ലോകം പറയും ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ. നീ പിന്നെന്ത് കാണിച്ചാലും കുഴപ്പമില്ല, നല്ല തുടക്കമെന്ന് ലോകം പറയുമ്പോൾ ദൈവവചനം പറയുന്നു, നീ എപ്രകാരം തുടങ്ങിയെന്നുള്ള ദൈവത്തിന്റെ പ്രശ്നമല്ല, ഇന്ന് നീ എപ്രകാരമായിരിക്കും എന്നുള്ള ദൈവത്തിന്റെ വിഷയം. ലോകത്തിന്റെ പ്രമാണത്തിനെതിരാ ദൈവത്തിന്റെ പ്രമാണം. ഇന്ന് രാത്രി എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ഹല്ലേലൂയ, നീ ദൈവവചനം പഠിക്കുന്നത് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ ദൈവം നമ്മെ സഹായിക്കണം. അതുകൊണ്ട് പ്രത്യാശയിൽ കുറവില്ലാത്തവരായി ഒരു നല്ല അന്ത്യം പ്രാപിപ്പാൻ, നല്ല ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നെന്ന് പൗലോസിനോട് ചേർന്ന് പറയുവാൻ ഇന്ന് രാത്രി എത്ര പേർ തീരുമാനമെടുക്കും? ഹല്ലേലൂയ, ഈ പഠിക്കുന്ന വചനങ്ങള് നമ്മുടെ ഹല്ലേലൂയ ബുദ്ധിമുട്ടുകൾ, നമ്മൾ കഷ്ടത അനുഭവിച്ച് ഹല്ലേലൂയ നിങ്ങൾ ഹല്ലേലൂയ ദൈവവചനം പഠിക്കുന്നത് ഒക്കെ ഒരു അനുഗ്രഹമായി തീരേണ്ടതിനായി നമുക്ക് ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് സ്തോത്രം ചെയ്യാം. എല്ലാ പ്രിയപ്പെട്ടവരും
ഒന്ന് സ്തോത്രം ചെയ്താട്ട്. ഇവിടെ പ്രാർത്ഥനാ വിഷയങ്ങൾ പറഞ്ഞല്ലോ, നമ്മൾ നിരന്തരമായി പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളുണ്ട്. അതിന്റെ മേലെല്ലാം ദൈവത്തിന്റെ കൃപ ഒഴിക്കണം. ഇന്ന് രാത്രി ഇത് ജോയിൻ ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവരെയും, സാക്ഷി പറഞ്ഞവർ, ദൈവവചനം ശുശ്രൂഷിച്ചവർ എല്ലാവരെയും ദൈവം സഹായിക്കട്ടെ. നിരന്തരമായി ബൈബിൾ വായിച്ചു കൊടുക്കുന്നവർ, ഹല്ലേലൂയ, ദൈവവചനം മറ്റുള്ളവരെ പ്രേരിപ്പിക്കുന്നവർ, ജോയിൻ ചെയ്യിപ്പിക്കുന്നവർ, ഹല്ലേലൂയ, എല്ലാവരെയും ദൈവം സഹായിക്കേണ്ടതിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. ഓ പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ആരെങ്കിലും പൊതുവായി പറയുവാൻ കഴിയാത്ത ഏതെങ്കിലും വിഷയങ്ങളാൽ ഭാരപ്പെടുന്നുവെങ്കിൽ, ഹല്ലേലൂയ, ഇന്ന് രാത്രി ദൈവം അവരെയും സഹായിക്കേണ്ടതിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. ദൈവത്തിലേക്ക് ഏൽപ്പിച്ച്, ഹല്ലേലൂയ, നമ്മെ സ്നേഹിച്ച, ഹല്ലേലൂയ, ഒരു കാര്യത്തിന്റെ ആരംഭത്തെക്കാൾ അതിന്റെ അവസാനം നന്നായിരിക്കണം. ഹല്ലേലൂയ, കർത്താവിന്റെ ദാസരിലൂടെ ദൈവവചനം കേൾപ്പാൻ ഇടയായി തീർന്നല്ലോ. ദൈവം ഇന്ന് രാത്രി നമ്മെ സംസാരിപ്പാൻ, ദൈവം നമ്മളോട് സംസാരിപ്പാൻ, ദൈവം നമ്മെ സഹായിക്കേണ്ടതിനായി നമുക്ക് ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് സ്തോത്രം ചെയ്യാം. നിന്റെ ജീവിതത്തിന്റെ ഏത് പ്രതിസന്ധികളിലും നിന്നെ സഹായിക്കുന്ന ഒരു ദൈവമുണ്ട്. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ഓ ചൂടഴുന്ന ശോധന വേളയിൽ കൂടെ വന്നു ചേരുമ ചൂളയിൽ, ചൂടഴുന്ന ശോധന വേളയിൽ കൂടെ വന്നു ചേരുമ ചൂളയിൽ, ഈ വിധ സ്നേഹിതൻ പാരില, ഈ വിധ സ്നേഹിതൻ പാരില, വീണ്ടെടുത്തോൻ എന്നെ തൻ ചോരയാൽ, വീണ്ടെടുത്തോൻ എന്നെ തൻ ചോരയാ, എൻ പ്രിയൻ, ഓ നല്ലവൻ, എൻ പ്രിയൻ, ഓ നല്ലവൻ, നശ്വരമല്ലാത്തൊരു ദേഹവും ഈ ശരീരം മാറ്റിത്താൻ തന്നിടും, നശ്വരമല്ലാത്തൊരു ദേഹവും ഈ ശരീരം മാറ്റിത്താൻ തന്നിടും, ഈ വിധ സ്നേഹിതൻ പാരില, ഈ വിധ സ്നേഹിതൻ പാരില, വീണ്ടെടുത്തോൻ എന്നെ തൻ ചോരയാൽ, വീണ്ടെടുത്തോൻ എന്നെ തൻ ചോരയാ, എൻ പ്രിയൻ, ഓ നല്ലവൻ, എൻ പ്രിയൻ, ഓ നല്ലവൻ, ഹല്ലേലൂയ പാടിടും മോദമാ, വല്ലഭനാമൻ പ്രിയൻ മൂലമാ, ഹല്ലേലൂയ പാടിടും മോദമാ, വല്ലഭനാമൻ പ്രിയൻ മൂലമാ, ഈ വിധ സ്നേഹിതൻ പാരില, ഈ വിധ സ്നേഹിതൻ പാരില, വീണ്ടെടുത്തോൻ എന്നെ തൻ ചോരയാ, വീണ്ടെടുത്തോൻ എന്നെ തൻ ചോരയാ, എൻ പ്രിയേ, ഓ നല്ലവൻ, എൻ പ്രിയൻ, ഓ നല്ലവൻ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് സ്തോത്രം ചെയ്താട്ട്. കഴിഞ്ഞ കാലങ്ങളെ പോലെ ആർക്കെങ്കിലും ഇന്ന് രാത്രി പ്രവർത്തിപ്പാൻ കഴിയില്ല എങ്കിൽ, കഴിഞ്ഞ കാലങ്ങളിൽ ഞാൻ ചെയ്തത് കൊണ്ട് ആരെങ്കിലും നിർവൃതി അണിയുന്നുവെങ്കിൽ, ഇന്ന് രാത്രി ഒരു മടങ്ങിവിടവിന്റെ രാത്രിയാകട്ടെ. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ കാലങ്ങളിൽ കർത്താവിന് വേണ്ടി ചെയ്തതിനേക്കാൾ അധികമായി കർത്താവിന് വേണ്ടി ചെയ്യുവാൻ ഇന്ന് രാത്രി ഒരു പുതിയ തീരുമാനമെടുത്തത് കൊണ്ട്, പൗലൂസിനെ പോലെ ഞാൻ നല്ല പോർ പൊരുതി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, വിശ്വാസത്തോടെ അത് പറയുവാൻ അവൻ എൻ്റെ ഉപനിധി, അവസാനത്തോളം എന്നെ കാക്കുവാൻ അവൻ ശക്തനെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അവസാനമായി താൻ അത് പറഞ്ഞ് നീക്രോ ചക്രവർത്തിയുടെ ഹല്ലേലൂയ വാളിന് ഇരയായി തീരുവാൻ ഇടയായി തീർന്നു. ഇന്ന് രാത്രി ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് സ്തോത്രം ചെയ്താൽ, കർത്താവേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ നല്ല രാത്രിക്കായി സ്തോത്രം. ഇത്രത്തോളം ഞങ്ങൾക്ക് ഒരുമിച്ച് ദൈവസേനയിൽ കടന്നു വരുവാൻ ഇടയായി തീർന്നല്ലോ. പ്രത്യേക കർത്താവേ, ഇന്ന് രാത്രി ഇത് ജോയിൻ ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവരെയും അടിയാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. കേട്ട വചനങ്ങൾ, സാക്ഷ്യങ്ങൾ ഒക്കെ അവരുടെ ജീവിതത്തിന് ഒരു അനുഗ്രഹമായി തീരേണ്ടതിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ. ആരെങ്കിലും രോഗികളായിട്ട് ശാരീരിക സൗഖ്യമില്ലാതായിരിക്കുന്നെങ്കിൽ ഇന്ന് രാത്രി വചനമയച്ച്
അവരെ സൗഖ്യമാകേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകാൽ ആ സ്ഥലത്തിന്റെ വിഷയം, സാമ്പത്തിക വിഷയങ്ങളൊക്കെ ഭാരപ്പെടുന്നവരുണ്ട്. ദൈവം അവരെ എല്ലാം സഹായിക്കണമേ. ഇന്നത്തെ ഈ മീറ്റിംഗ് ദൈവം ശുശ്രൂഷിച്ച കർത്താവിന്റെ ദാസൻ പാസ്റ്റർ മോഹൻ പുന്നൂസിനായി പ്രാർത്ഥിക്കുന്നു. പ്രിയ ഓമനെ ആന്റിക്കായി സ്തോത്രം. കർത്താവെ, പുഷ്പ സിസ്റ്റർക്കായി സ്തോത്രം. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണം. ഇന്ന് സാക്ഷ്യങ്ങളോടെ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ എല്ലാവരെയും തിരുക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പ്രത്യേകാൽ ഇതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കായി സ്തോത്രം. ദൈവവചനം പഠിപ്പിക്കുന്ന കർത്താവിന്റെ ദാസനായി സ്തോത്രം. ഷാജി പാസ്റ്റർക്കായി സ്തോത്രം. എല്ലാവരെയും ദൈവം സഹായിക്കണം. ഇത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നവർ, സൂമിൽ കർത്താവ് ചെയ്യുന്നവർ, അല്ലെങ്കിൽ ഇതിനു വേണ്ടി സാമ്പത്തികമായി സഹായിക്കുന്നവർ, എല്ലാവരെയും ദൈവം അനുഗ്രഹിച്ച് അമർത്തി കുലുക്കി അനുഗ്രഹിക്കേണ്ടതിനായി സ്തോത്രം ചെയ്യും. ഞങ്ങളെ ഒരുമിച്ച് അനുഗ്രഹിക്കണം. കർത്താവിന്റെ നാമത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ ദൈവം വീണ്ടും സഹായിക്കണം. കർത്താവ് ഞങ്ങൾക്ക് തന്ന നല്ല കൂട്ടായ്മയ്ക്കായി സ്തോത്രം. ഇതിൽ ജോയിൻ ചെയ്ത വിവിധ രാജ്യങ്ങളിൽ നിന്ന്, പല ഡിവൈസിൽ നിന്ന് ജോയിൻ ചെയ്ത എല്ലാവരെയും ദൈവമേ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കും. ഇന്ന് രാത്രിയിൽ കേട്ട വചനം നമ്മുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായി, വിടുതലായി പരിണമിക്കേണ്ടതിനായി ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. സകല മഹത്വവും അങ്ങേക്ക് യേശുവിന്റെ നാമത്തിൽ തന്നെ. പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും നന്ദി. പിതാവായ ദൈവത്തിന്റെ സ്നേഹം, പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപ, പരിശുദ്ധാത്മാവിന്റെ സഹവാസവും സാന്നിധ്യവും നമ്മോടും പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടും ഇന്ന് ദൈവവചനം ഷെയർ ചെയ്ത എല്ലാ ദൈവദാസന്മാരോടും ഇന്നു മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ വരണമേ. എല്ലാവർക്കും നന്ദി. എല്ലാവർക്കും നന്ദി. തിങ്കളാഴ്ച നമുക്ക് വീണ്ടും കാണാം. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. താങ്ക് യു.